കൺവെൻഷനാണ് ആരംഭിക്കുന്നത്. ഈ കൺവെൻഷൻ കഴിയുന്നതിന് ശേഷം നമ്മുടെ പഞ്ചായത്തുകളിലും അതുപോലെ തന്നെ ബൂത്തുകളിലും UDF പ്രവർത്തകന്മാരെ സംഘടിപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് നമ്മുടെ മുന്നിലുള്ള ദിവസം വിരലിൽ എണ്ണാവുന്ന ദിവസം മാത്രമേ ഉള്ളൂ. ആ സമയത്തുള്ളിൽ കുറെ ദൗത്യം, കുറെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നമുക്ക് പ്രാവർത്തികമാക്കാനുണ്ട്. പഞ്ചായത്ത് കൺവെൻഷൻ കഴിയണം, ബൂത്ത് കൺവെൻഷൻ കഴിയണം, സ്ക്വാഡുകൾ നമുക്ക് വീടാന്തരം സ്ക്വാഡ് പ്രവർത്തനത്തിനിറങ്ങേണ്ടതുണ്ട്. അതോടൊപ്പം സ്ഥാനാർത്ഥി പര്യടനം, നമ്മുടെ 8 പഞ്ചായത്തിലും ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്ഥാനാർത്ഥി പര്യടനങ്ങൾ നടത്താനുണ്ട്. ആ ദിവസത്തിനുള്ളിൽ ഇതൊക്കെ തന്നെ നമുക്ക് പൂർത്തീകരിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പുള്ള UDFന്റെ ക്യാമ്പയിൻ, ആ ക്യാമ്പയിൻ UDF ഒരു ടീമായി, നമ്മുടെ പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ച പോലെ ആ UDFന്റെ ടീമിന്റെ പ്രവർത്തനത്തിന്റെ ഒരു റിസൾട്ടാണ് കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നാം പ്രതീക്ഷിക്കാത്ത വാർഡുകൾ, നാം പ്രതീക്ഷിക്കാത്ത പഞ്ചായത്തുകൾ, നാം പ്രതീക്ഷിക്കാത്ത മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ UDFന് അനുകൂലമായ ജനവിധി ജനങ്ങൾ തന്നത് ഇന്ന് ഈ ഭരിക്കുന്ന സംസ്ഥാന സർക്കാരിനോടുള്ള ശക്തമായ അമർഷം രേഖപ്പെടുത്തുവാൻ അവസരം ലഭിച്ചപ്പോൾ അത് രേഖപ്പെടുത്തിയ റിസൾട്ടാണ് കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞാനും നിങ്ങളും കണ്ടത്. നമ്മുടെ നിയോജക മണ്ഡലത്തിൽ 8 പഞ്ചായത്തുകളും UDFന്റെ നേതൃത്വത്തിലാണ്. നമ്മുടെ പഞ്ചായത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകൾ, പ്രതിപക്ഷമില്ലാത്ത കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് അടക്കം CPMന് അനുകൂലമായി വാർഡ് വെട്ടിത്തിരുത്തി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് അടക്കം നല്ല ഭൂരിപക്ഷത്തിൽ ബ്ലോക്ക് പഞ്ചായത്തുകളും നമ്മുടെ കൈകളിലെത്തി. സർക്കാർ ഭരണം ഉപയോഗിച്ചുകൊണ്ട് ഏത് വിധേനയും UDFനെ തകർക്കുക എന്നുള്ള രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോയ LDFും ഗവൺമെന്റും ആ തെരഞ്ഞെടുപ്പ് വിധിയിൽ രാഷ്ട്രീയമായി പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇതൊക്കെ തന്നെ മുന്നിൽ കണ്ടുകൊണ്ട് ഇന്ന് ജനങ്ങൾ വിലയിരുത്തുന്നു, വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് അനുകൂലമായ ജനവിധി ഉണ്ടാകും, ഭരണമാറ്റം ഉണ്ടാകും, UDFന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് ഇവിടെ നിലവിൽ വരും എന്ന് UDF അല്ലാത്ത നിഷ്പക്ഷമതികൾ അടക്കം വിലയിരുത്തുമ്പോൾ, ആ വിലയിരുത്തൽ നമ്മുടെ കേരളത്തിൽ പ്രാവർത്തികമാക്കണമെങ്കിൽ എനിക്കും നിങ്ങൾക്കും ഭാരിച്ച ഒരു ഉത്തരവാദിത്വം, ഒരു ബാധ്യത നമുക്ക് നിറവേറ്റാനുണ്ട്. ആ ബാധ്യത നിറവേറ്റുന്നതിന്റെ തുടക്കമാണ് ഞാൻ സൂചിപ്പിച്ചത്. അടുത്ത് നടക്കുന്ന 9-ാം തീയതി നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ UDFന്റെ പ്രവർത്തകന്മാർ ഒത്തൊരുമിച്ച് നിന്നുകൊണ്ടുള്ള പോരാട്ടം, ആ പോരാട്ടം UDFന് അനുകൂലമായ ജനവിധി എഴുതിയും കൊണ്ട് കേരളത്തിന്റെ ദുർഭരണത്തിന് അന്ത്യം കുറിക്കുവാൻ വേണ്ടി, ജനങ്ങൾ ആഗ്രഹിച്ച ഭരണമാറ്റത്തിന് വേണ്ടി നാം അങ്ങേയറ്റം ആത്മാർത്ഥമായുള്ള ദിവസം, ഉള്ള മണിക്കൂറുകൾ നാം അതിന് ചെലവഴിച്ചുകൊണ്ട് ആ ജനവിധിക്ക് വേണ്ടി നാം അങ്ങേയറ്റം പരിശ്രമിക്കണമെന്ന് മാത്രമേ എനിക്ക് സന്ദർഭത്തിൽ പറയാനുള്ളൂ. ഈ UDFന്റെ പ്രവർത്തക കൺവെൻഷൻ ഇത് കഴിഞ്ഞ് ഓരോ ഡേറ്റും ഓരോ നിയോജക മണ്ഡലം UDFന് നേതൃത്വത്തിൽ നൽകി കഴിഞ്ഞിരിക്കുന്നു. അടിയന്തരമായി നമ്മുടെ നിയോജക മണ്ഡലത്തിൽ 23, 24 തീയതികളിൽ എല്ലാ പഞ്ചായത്തുകളും UDFന്റെ വിപുലമായ കൺവെൻഷൻ ചേരുകയാണ്. അത് കഴിഞ്ഞ ശേഷം ബൂത്ത് കമ്മിറ്റികൾ ചേരുകയാണ്. അങ്ങനെ യുദ്ധകാല അടിസ്ഥാനത്തിൽ നമ്മുടെ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ട് 9-ാം തീയതിക്കകം നമ്മുടെ പ്രവർത്തനം സജ്ജമാക്കിയും കൊണ്ട് UDFന് അനുകൂല സ്ഥിതിവിശേഷം എല്ലാ പഞ്ചായത്തുകളിലും നമുക്ക് കൈവരണം, നമുക്കത് പ്രാവർത്തികമാക്കണം എന്ന് മാത്രമേ ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ. എന്തായാലും ഈ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയിട്ടുള്ള നമ്മുടെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട പാണക്കാട് സയ്യിദ്
സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കും ഇവിടെ എത്തിച്ചേരും എന്നറിയിക്കുക. അതേപോലെ നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി, നമ്മുടെ MLA, ഈ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയായ നമ്മുടെ വണ്ടൂർ കോടിക്കണക്കിന് രൂപയുടെ വികസനത്തിന് കയ്യൊപ്പ് നൽകിയ AP അനിൽകുമാർ നമ്മുടെ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിന് ഈ നിയോജക മണ്ഡലം UDF കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവർക്കും നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ പേരിൽ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം മുഖ്യ പ്രഭാഷണം നടത്തുന്ന നമ്മുടെ ഷാഫി പറമ്പിൽ, KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ ഏതാനും സമയങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരും. അദ്ദേഹത്തിനും നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ പേരിൽ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ AICC മെമ്പറും കോൺഗ്രസ് നേതാവുമായിട്ടുള്ള UDFന്റെ നേതാവുമായിട്ടുള്ള ഈ മുഹമ്മദ് കുഞ്ഞ് മാസ്റ്റർ അവർക്കും നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം വേദിയിലിരിക്കുന്ന മുഴുവൻ നേതാക്കന്മാർക്ക് UDFന്റെ ജില്ലാ KPCCയുടെ സെക്രട്ടറി ആലിപ്പറ്റ ജമീല, മറ്റ് KPCC മെമ്പർമാർ, UDFന്റെ ജില്ലാ നേതാക്കന്മാരടക്കം UDFന്റെ സമ്മതരായ എല്ലാ നേതാക്കന്മാർക്കും, പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കും, ത്രിതല പഞ്ചായത്ത് മെമ്പർമാർക്കും എല്ലാവർക്കും UDFന്റെ പേരിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗം നിയന്ത്രിക്കുവാൻ വേണ്ടി UDFന്റെ ചെയർമാൻ കാൽട്ട് മാഷെ ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം. ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ MLAയും ഈ നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയുമായ ശ്രീ AP അനിൽകുമാർ, KPCC അംഗം ശ്രീ മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ, മുസ്ലിം ലീഗിലെ ജില്ലാ വൈസ് പ്രസിഡന്റ് കളത്തിൽ കുഞ്ഞാപ്പു ഹാജി, KPCC സെക്രട്ടറി ആലിപ്പറ്റ ജമീല, പ്രിയപ്പെട്ട PA മജീദ്, മുസ്തഫ അബ്ദുൽ ലത്തീഫ്, ജോജി അലക്സ്, TT ജോയ്, VA തങ്ങൾ, ഈ വേദിയിലും സദസ്സിലുമുള്ള ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരെ, പ്രവർത്തകന്മാരെ, നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് പ്രാരംഭമായി നമ്മൾ നടത്തുന്ന നമ്മുടെ സ്ഥാനാർത്ഥിയുടെ കൺവെൻഷനാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നതിനായി സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് അഭിവന്ദ്യനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഒരു 10 മിനിറ്റിനുള്ളിൽ ഇവിടെ എത്തിച്ചേരും. അതിന് പുറമെ കേരള രാഷ്ട്രീയത്തിലെ പ്രഗത്ഭനായ MP ഷാഫി പറമ്പിൽ എത്തിച്ചേരും. മറ്റ് ഒട്ടനവധി നേതാക്കന്മാരും ഈ യോഗത്തിൽ സംബന്ധിക്കും. ഈ സമ്മേളനത്തിന് ശേഷം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും, 6 മണിയോട് കൂടി വണ്ടൂർ ടൗണിലേക്ക് നമ്മുടെ സ്ഥാനാർത്ഥിയെയും ആനയിച്ചുകൊണ്ടുള്ള ഒരു പ്രകടനം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വന്നിട്ടുള്ള എല്ലാ ആളുകളും കാറിലായാലും മോട്ടോർ ബൈക്കിലായാലും ആ ജാഥയെ വണ്ടൂർ ടൗണിലേക്ക് അനുഗമിക്കണമെന്ന് ഞാൻ ആദ്യമേ ആവശ്യപ്പെടുകയാണ്. തെരഞ്ഞെടുപ്പ് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ വളരെ പെട്ടെന്നാണ് വന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജ്ഞാപനം ഇറക്കിയത്. അടുത്ത മാസം 9-ാം തീയതി തെരഞ്ഞെടുപ്പ്, ഇന്ന് 22-ാം തീയതിയായി. ആകെക്കൂടി
18 ദിവസം മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. സാധാരണ ഒരു തെരഞ്ഞെടുപ്പ് പോലെ തന്നെ ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ ചെയ്തു തീർക്കേണ്ടതുണ്ട്. പഞ്ചായത്ത് കൺവെൻഷനുകൾ ആരംഭിക്കേണ്ടതുണ്ട്. അതിനുള്ള തീയതികൾ നമ്മൾ ഇന്ന് പ്രഖ്യാപിക്കും. അതുപോലെ തന്നെ കഴിഞ്ഞ തവണ നമുക്ക് 205 ബൂത്തുകളാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഈ തവണ ബൂത്തുകളുടെ എണ്ണം കൂടി 255 ബൂത്തുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണത്തെ ബൂത്ത് കമ്മിറ്റികൾക്ക് പകരം ചില ബൂത്തുകളിലെങ്കിലും പുതിയ ബൂത്ത് കമ്മിറ്റികൾ നമ്മൾ ഉണ്ടാക്കേണ്ടി വരും. ചെയർമാൻമാർ മറ്റു ബൂത്തിലേക്ക് പോകുകയോ തുടങ്ങിയ പ്രയാസങ്ങളൊക്കെ നമ്മൾ പുതിയ കമ്മിറ്റി ഉണ്ടാക്കണം. 25, 26, 27 തീയതികളിലാണ് ബൂത്ത് കമ്മിറ്റികൾ ഉണ്ടാകേണ്ടത്. നാളെ നമ്മുടെ നിയോജക മണ്ഡലത്തിലെ 4 പഞ്ചായത്തുകളിൽ മമ്പാട്, തിരുവാലി, പോരൂർ, വണ്ടൂർ ഈ 4 പഞ്ചായത്തുകളിലും UDFന്റെ കൺവെൻഷനുകൾ നടക്കണം. 24-ാം തീയതി ബാക്കിയുള്ള 4 പഞ്ചായത്തുകൾ ചോക്കാട്, കാളികാവ്, കരുവാരകുണ്ട്, തുവൂർ ഈ 4 പഞ്ചായത്തുകളിലെ കൺവെൻഷനുകൾ നമുക്ക് 24-ാം തീയതി പൂർത്തിയാക്കണം. അതുപോലെ തന്നെ സ്ക്വാഡ് വർക്കിൻ്റെ തീയതികൾ നമ്മൾ പ്രഖ്യാപിക്കുന്നുണ്ട്. സ്ഥാനാർത്ഥിയുടെ പ്രചരണവും പര്യടനവും ഒക്കെ നടത്തേണ്ടതുണ്ട്. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത് പൂർത്തിയാക്കുക എന്ന ഒരു വലിയ ലക്ഷ്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. സ്ഥാനാർത്ഥിയുടെ വിജയത്തെക്കുറിച്ചോ അദ്ദേഹത്തിന് ലഭിക്കാൻ പോകുന്ന ഭൂരിപക്ഷത്തെക്കുറിച്ചോ ഒന്നും നമ്മൾ പറയുന്നില്ല. മൊത്തത്തിൽ ഈ സംസ്ഥാനത്ത് ഒരു വലിയ തരംഗം UDFന് അനുകൂലമായി കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായതുപോലെയുള്ളൊരു തരംഗം നമ്മൾ പ്രതീക്ഷിക്കുന്നു. UDF ക്യാമ്പുകൾ വളരെ സജീവമാണ്. സുപ്രധാനമായ എതിരാളികൾ എന്ന് പറയുന്നത് ഇടതുപക്ഷമാണ്. പല ജില്ലകളിലും CPMന്റെ കനത്ത കോട്ടകളായ കണ്ണൂർ, പാലക്കാട്, ആലപ്പുഴ ജില്ലകളിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങൾ നമ്മെ സംബന്ധിച്ചോളം സന്തോഷത്തിന് വക നൽകുന്നതാണ്. ഏതായാലും വണ്ടൂരിന്റെ ജനപ്രതി എന്ന രീതിയിൽ നമ്മുടെ സ്ഥാനാർത്ഥിയെ നമുക്ക് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പിൽ 71,000 വോട്ടിന്റെ ലീഡുണ്ട്. ഈ സംസ്ഥാനത്ത് ഒരു അസംബ്ലി നിയോജക മണ്ഡലം നൽകിയ ഏറ്റവും വലിയ ലീഡാണ് പ്രിയങ്ക ഗാന്ധിക്ക് നൽകിയ 1,000 എന്നുള്ളത്. ആ ലീഡ് മറികടക്കാൻ നമുക്ക് സാധിക്കും. കാരണം 8 പഞ്ചായത്തുകളിലെ 6 പഞ്ചായത്തുകളും മുസ്ലിം ലീഗിന് 10,000-15,000 വോട്ടുകൾ ഭൂരിപക്ഷം നൽകാൻ കെൽപ്പുള്ള പഞ്ചായത്തുകളാണ്. ചോക്കാട്, കാളികാവ്, കരുവാരകുണ്ട്, തുവൂർ, വണ്ടൂർ, മമ്പാട് തുടങ്ങിയ 6 പഞ്ചായത്തുകൾ വേണമെന്ന് വിചാരിച്ചാൽ 10,000 വോട്ടിന്റെ ലീഡുണ്ടാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ബാക്കി 2 പഞ്ചായത്തുകളിലും ഗണ്യമായ ഭൂരിപക്ഷം നമുക്കുണ്ടാക്കാൻ സാധിക്കും. എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായങ്ങളും സഹകരണങ്ങളും ഉണ്ടാകണം എന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ പ്രിയപ്പെട്ട മുസ്തഫ അബ്ദുൽ ലത്തീഫിനെ ക്ഷണിച്ചോളൂ. എവിടെ ആളില്ല? ഏറെ ബഹുമാനനായ അധ്യക്ഷൻ, നിയോജക മണ്ഡലം UDFന്റെ ചെയർമാൻ മാസ്റ്റർ, നമ്മുടെയൊക്കെ പ്രിയങ്കരനും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം വലിയ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്ന ഒരു യാത്രയുടെ അമരത്തിരിക്കുന്ന നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട MLA കൂടിയായിട്ടുള്ള ശ്രീ AP അനിൽകുമാർ അവർകൾ, ജില്ലാ മുസ്ലിം ലീഗിന്റെ വൈസ് പ്രസിഡന്റ് ബഹുമാനനായ കളത്തിൽ കുഞ്ഞാപ്പു ഹാജി, AICC അംഗം ബഹുമാനനായ മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ, KPCC ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട ശ്രീമതി ആലിപ്പറ്റ ജമീല, നിയോജക മണ്ഡലം മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി PA മജീദ് സാഹിബ്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാരായ ശ്രീ ജോജി K അലക്സ്, പ്രിയപ്പെട്ട ഗോപാലേട്ടൻ, വേദി നേതാക്കന്മാരെ കൊണ്ട് സമ്പന്നമാണ്. ശ്രീ KT അജ്മൽ ഉൾപ്പെടെയുള്ള, ശ്രീ TD ജോയ് ഉൾപ്പെടെയുള്ള ഏറെ ബഹുമാനരായ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ, ഈ കൺവെൻഷൻ വിജയിപ്പിക്കാൻ വേണ്ടി വണ്ടൂർ നിയോജക മണ്ഡലത്തിൽ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയുടെ വിജയം ഗംഭീരമാക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഏറെ
പ്രിയങ്കരരും ബഹുമാന്യരും സ്നേഹസമ്പന്നരുമായ സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട നേതാക്കളെ, ഈ കൺവെൻഷൻ കാണുമ്പോൾ പ്രിയപ്പെട്ട ഖാലിദ് മാസ്റ്റർ നേരത്തെ സൂചിപ്പിച്ച പോലെ ശ്രീ AP അനിൽകുമാർ എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം അത് വണ്ടൂർ നിയോജക മണ്ഡലത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷമായിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കേരളം വലിയ പ്രതീക്ഷയോടുകൂടിയുള്ള ഒരു യാത്രയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് പുതുയുഗ യാത്രയാണ്. പുതുയുഗ യാത്ര എന്ന് പറയുമ്പോൾ നമ്മളതിനെ കേവലം ശ്രീ VD സതീശൻ നയിച്ച ഒരു യാത്രക്കിട്ട പേരല്ല, അല്ലെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണി ഒരു തെരഞ്ഞെടുപ്പിന്റെ മുന്നേ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് നടത്തിയ ഒരു യാത്രക്കുള്ള പേരായി നൽകിയതല്ല. കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ കേരളത്തെ എല്ലാ നിലക്കും ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭരണ സംവിധാനത്തിനെതിരെയുള്ള കേരളീയ പൊതുസമൂഹത്തിന്റെ മുന്നേറ്റത്തിന്റെ പേരാണ് പുതുയുഗയാത്ര എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, ആരൊക്കെയാണ് ആ പുതുയുഗയാത്രയിലുള്ളത്? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ആ യാത്ര നയിച്ചത് ശ്രീ VD സതീശനായിരുന്നു? കോൺഗ്രസ്സുകാർ മാത്രമാണ് പുതുയുഗയാത്രയിൽ ഉണ്ടായിരുന്നത്? അല്ലെങ്കിൽ ആ യാത്രയുടെ ഉപനായകനായി പറഞ്ഞിരുന്നത് മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ശ്രീ PK കുഞ്ഞാലിക്കുട്ടിയായിരുന്നു? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ മാത്രമാണോ ഈ പുതുയുഗയാത്രയെ ഇത്രമേൽ പ്രതീക്ഷയോടുകൂടി കണ്ടത്? കേരള കോൺഗ്രസിന്റെ, RSPയുടെ, CMPയുടെ, അതുപോലെ തന്നെ ഐക്യജനാധിപത്യ മുന്നണിയുടെ കൂടെയുള്ള മുഴുവൻ പാർട്ടികളുടെയും നേതാക്കന്മാരും പ്രവർത്തകന്മാരും മാത്രമല്ല ഈ പുതുയുഗ യാത്രയെ ആശീർവദിച്ചുകൊണ്ട് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് ആകാംക്ഷയോടുകൂടി നോക്കിക്കാണുന്നത്. ഈ പുതുയുഗ യാത്രയിൽ കേരളം കണ്ട ഏറ്റവും നല്ല കമ്മ്യൂണിസ്റ്റുകാരൻ ആരാണെന്ന് ചോദിച്ചാൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരിൽ ഒരാളെ ആ ഒരു പേരിന് അർഹനായിട്ടുള്ളൂ. ആ നേതാവിന്റെ പേരാണ് G. സുധാകരൻ എന്ന് പറയുന്നത്. ആ G. സുധാകരന്റെ നേതൃത്വത്തിലുള്ള യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ വരെ ഐക്യജനാധിപത്യ മുന്നണിയുടെ പുതുയുഗ യാത്രയുടെ കൂടെയുണ്ട് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആരൊക്കെയാണ് പറയുന്നത്? ഇവിടെ പറഞ്ഞല്ലോ പ്രിയപ്പെട്ട ഖാലിദ് മാഷ്, നിങ്ങൾക്ക് രാഷ്ട്രീയം കൃത്യമായി ബോധ്യമുള്ള ആളുകളാണ്. കേരളത്തിന്റെ പൊതുരാഷ്ട്രീയ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഏതെങ്കിലും ഒരു കാലത്ത് പാർലമെന്റിൽ ഐക്യജനാധിപത്യ മുന്നണി വലിയ ഭൂരിപക്ഷത്തോടുകൂടി ലീഡ് ചെയ്ത തെരഞ്ഞെടുപ്പുകൾ ഉണ്ടായിരുന്നു. കേരളത്തിന്റെ നിയമനിർമ്മാണ സഭയിലേക്ക് ഐക്യജനാധിപത്യ മുന്നണി മൃഗീയ ഭൂരിപക്ഷം നേടിയ തെരഞ്ഞെടുപ്പുകൾ ഉണ്ടായിരുന്നു. ആ തെരഞ്ഞെടുപ്പ് കാലങ്ങളിലൊക്കെ തന്നെ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടുത്തെ ചിത്രം മറ്റൊന്നായിരുന്നു. അവിടെ ഭൂരിപക്ഷം CPM-ന്റെ നേതൃത്വത്തിലുള്ള ഇടത് ജനാധിപത്യ മുന്നണിക്കായിരുന്നു. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ ഡിസംബറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ 11-ാം തീയതി കേരളത്തിലെ പ്രബുദ്ധരായിരിക്കുന്ന ജനത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തങ്ങളുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിക്കൊണ്ട് 13-ാം തീയതി വോട്ട് വെട്ടി പൊട്ടിച്ചപ്പോ കേരളത്തിൽ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഇടത് ജനാധിപത്യ മുന്നണിയെ അടപടലം തകർത്തുകൊണ്ടാണ് ഐക്യജനാധിപത്യ മുന്നണി ഗംഭീരമായ വിജയം കൈവരിച്ചത് എന്ന് 2 മാസം മുമ്പ് നടന്ന ചരിത്രമാണ്. ഇതൊരു സന്ദേശമാണ്. ഈ സന്ദേശം എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾക്കുള്ള സന്ദേശമാണ്. സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടത് ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ കേരളത്തിലെ ജനങ്ങളെ ഇങ്ങനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുമ്പോ ആ ജനങ്ങൾക്കുള്ള പ്രതീക്ഷയാണ് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്, നമ്മൾ മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിൽ 94 പഞ്ചായത്തുകളിൽ CPM-ന്റെ നേതൃത്വത്തിലുള്ള ഇടത് ജനാധിപത്യ മുന്നണിക്ക് എത്ര പഞ്ചായത്തുണ്ട് എന്ന് ചോദിച്ചാൽ
ഒരു കയ്യിലെ വിരൽ കൊണ്ട് എണ്ണിത്തീർക്കാൻ പറ്റുന്ന പഞ്ചായത്തുകളെയുള്ളൂ. ഐക്യജനാധിപത്യ മുന്നണി 90 പഞ്ചായത്തുകൾ നേടി മലപ്പുറം ജില്ലയിലെ മുഴുവൻ പഞ്ചായത്തുകളും നമ്മൾ ഭരിക്കുകയാണ്. ഇവിടെ ഇതാ 2 ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റുമാരിയ്ക്കുന്നു. മലപ്പുറം ജില്ലയിലെ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ മരുന്നിന് പോലും CPM-ന്റെ നേതൃത്വത്തിലുള്ള ഇടതു മുന്നണിക്ക് ഇടം നൽകിയില്ല മലപ്പുറത്തെ സമ്മതിദാനം വിനിയോഗിച്ച പ്രിയപ്പെട്ട വോട്ടർമാർ. മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്ക് വരുമ്പോ പ്രിയപ്പെട്ട ഖാലിദ് മാഷ് എന്നെ പ്രസംഗിക്കാൻ വിളിച്ചത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്ന പേരിട്ടുകൊണ്ടാണ്. പ്രിയപ്പെട്ട ശ്രീമതി ആലിപ്പറ്റ ജമീല ഇവിടെ ഇരിക്കുന്നു, പ്രിയപ്പെട്ട KT അജ്മൽ ഇവിടെ ഇരിക്കുന്നു. മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ ഉള്ളിൽ ഇന്നും മരുന്നിന് പോലും CPM-ന്റെ ഒരു മെമ്പർ ഇല്ല എന്ന് പറയുമ്പോ മലപ്പുറം ജില്ലയുടെ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങോട്ടേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന്റെ കൃത്യമായ ദിശാസൂചികയാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ, കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി തദ്ദേശ തെരഞ്ഞെടുപ്പ് തൂത്തുവാരിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വരുന്ന 9-ാം തീയതി ഉണ്ടല്ലോ, ഈ 9-ാം തീയതി തെരഞ്ഞെടുപ്പ്, നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ മലപ്പുറം ജില്ലയിൽ CPM-ന് നിലവിൽ 4 MLA-മാർ ഉള്ളത്. ആ 4 MLA-മാർ അവരുടെ ഭരണം നടത്തുന്ന നിയോജക മണ്ഡലങ്ങളുണ്ടല്ലോ, ഒന്ന് പൊന്നാനിയാണ്, മറ്റൊന്ന് തവനൂരാണ്, മറ്റൊന്ന് താനൂരാണ്, മറ്റൊന്ന് ഉണ്ടായിരുന്നത് നിലമ്പൂരായിരുന്നു. അത് നേരത്തെ പോയി, അത് നമ്മൾ നേരത്തെ തൂക്കി. പ്രിയപ്പെട്ട ശ്രീ ആര്യാടൻ ഷൗക്കത്തിലൂടെ ഈ വരുന്ന 9-ാം തീയതി തെരഞ്ഞെടുപ്പ് നടന്ന് മെയ് 4-ാം തീയതി മലപ്പുറത്തെ വോട്ടർമാരുടെ മനമറിയുന്ന വോട്ട് പെട്ടി പൊട്ടിക്കുമ്പോ മലപ്പുറം ജില്ലയിൽ ഇടതു ജനാധിപത്യ മുന്നണിക്ക് ഒരു സീറ്റ് പോലും ഇല്ലാത്ത രൂപത്തിൽ ഈ മലപ്പുറത്ത് ഐക്യജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിന്റെ രഥം മുന്നോട്ട് ഉരുട്ടിക്കൊണ്ടുപോകും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ വജ്രശോഭയോടുകൂടി ഒരു മനുഷ്യനുണ്ടാകും. ആ മനുഷ്യന്റെ പേര് ശ്രീ AP അനിൽകുമാർ എന്നായിരിക്കും. ഒരു സംശയവും വേണ്ട. ശ്രീ AP അനിൽകുമാർ വണ്ടൂരിന്റെ നായകനല്ല. ശ്രീ AP അനിൽകുമാർ ഇതാ ഈ കേരളത്തിന്റെ നായകനായി മാറാൻ പോകുന്ന കാലം അത് വിദൂരമല്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ചില ആളുകൾക്കൊക്കെ അതിൽ വലിയ പ്രയാസമുണ്ട്, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവരുടെ ഫ്രസ്ട്രേഷൻ പല രൂപത്തിൽ ഇങ്ങനെ വരുന്നുണ്ട്, അല്ലേ? ഇവിടെ CPM-ന്റെ സൈബർ പോരാളികൾ പറയുന്നത് ഒരു മാറ്റം വേണമെന്നാണ്. എന്തിനാണ് മാറ്റം? ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. വണ്ടൂരിൽ നിങ്ങൾ എന്ത് മാറ്റത്തിന് വേണ്ടിയാണ് വോട്ട് ചോദിക്കുന്നത്? നിങ്ങൾ യാത്ര ചെയ്യുന്ന റോഡുകൾ, നിങ്ങൾ കുടിക്കുന്ന വെള്ളം, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന വൈദ്യുതി, നിങ്ങളുടെ കുടുംബത്തിൽ സർക്കാർ സംവിധാനത്തിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ, ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ മറ്റു വികസനത്തിന്റെ പ്രതിരൂപങ്ങളായിട്ടുള്ള കെട്ടിട സമുച്ചയങ്ങൾ, ഓരോ കാര്യങ്ങളും എടുത്ത് പരിശോധിച്ചാൽ കഴിഞ്ഞ 1/4 നൂറ്റാണ്ട് കാലമായി വണ്ടൂർ നിയോജക മണ്ഡലത്തിൽ ഒരു മനുഷ്യൻ ഇവിടെ നിയമസഭാ പ്രതിനിധിയായിക്കൊണ്ട് നമ്മളെ റെപ്രസെന്റ് ചെയ്തതിന്റെ ഫലമാണ് ഭൂരിപക്ഷവും എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല, അല്ലേ? 25 വർഷം മുമ്പ് ഒരു ചെറുപ്പക്കാരൻ മലപ്പുറത്ത് നിന്ന് വണ്ടൂരിലേക്ക് വണ്ടി കയറിയിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയായ പ്രിയപ്പെട്ട AP അനിൽകുമാർ. അന്ന് മലപ്പുറത്ത് നിന്ന് വണ്ടൂരിലേക്ക് വണ്ടി കയറിയ ആ ചെറുപ്പക്കാരൻ കുറഞ്ഞ കാലങ്ങൾ കൊണ്ടാണ് വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക് ചുവടുറപ്പിച്ചത് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. 140 MLA-മാരുണ്ട് കേരളത്തിലെ നിയമസഭയിൽ. തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ തങ്ങൾക്ക് ലഭിക്കുക, അവൈലബിൾ ആവുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് വെറുതെ ഉള്ളൊരു കാര്യമല്ല. തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയെ തങ്ങൾക്ക് എപ്പോഴും കിട്ടണം, അങ്ങനെയാണ്. അവർക്ക് വികസനം ഇല്ലെങ്കിലും വേണ്ടിയില്ല, അല്ലെങ്കിൽ വേറൊന്നുമില്ലെങ്കിലും വേണ്ടിയില്ല. ഇപ്പൊ ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറാണല്ലോ. ഡിസംബർ 13-ാം തീയതി വോട്ടെണ്ണി, സത്യപ്രതിജ്ഞ 21-ാം തീയതി ആയിരുന്നു മലപ്പുറത്ത്. 20-ാം തീയതി വെള്ളിയാഴ്ച എന്നൊരു ഓർമ്മ. 20-ാം തീയതി പള്ളിക്കൊന്ന് നിസ്കരിച്ചിറങ്ങിയപ്പോ ഒരാൾ വന്നിട്ട് എന്നോട് സലാം പറഞ്ഞിട്ട് പറഞ്ഞു, അല്ലട ചെങ്ങ എവിടെ ജയിച്ചാണ് പോയതാണ്, ഒരു വിവരമില്ലല്ലോ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ. അപ്പൊ ഇതാണ് ജനങ്ങളുടെ മാനസികാവസ്ഥ. ജനങ്ങൾക്ക് ലഭിക്കുക, അവർക്ക് അനുഭവപ്പെടുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു ജനപ്രതിനിധി എപ്പോഴും അങ്ങനെയായിരിക്കണം. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, കേരളത്തിലെ 140 MLA-മാരുടെ കൂട്ടത്തിൽ
തങ്ങൾക്ക് നേരിട്ട് എപ്പോഴും അനുഭവപ്പെടുന്നു എന്ന് ബോധ്യമുള്ള കേരള നിയമനിർമ്മാണ സഭയിലെ MLA-മാരുടെ കണക്കെടുത്ത് പരിശോധിച്ചാൽ അതിലാദ്യ സ്ഥാനത്ത് ശ്രീ AP അനിൽകുമാർ ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അദ്ദേഹം നമ്മുടെ കൂടെ നിറഞ്ഞു നിന്ന വല്ലാത്ത ഒരു പ്രതിഭാസമാണ്. നമ്മുടെ സുഖത്തിൽ, നമ്മുടെ സന്തോഷത്തിൽ, നമ്മുടെ മറ്റു പ്രയാസങ്ങളിൽ നമ്മുടെ കൂടെ നിന്ന ഒരു മനുഷ്യനാണ് ഈ നിയോജക മണ്ഡലത്തിൽ നിന്ന് ജനപ്രതിനിധിയാവാൻ വേണ്ടി മത്സരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ വണ്ടൂർ നിയോജക മണ്ഡലം ഉൾപ്പെടെ മലപ്പുറം ജില്ലയിലെ 16 നിയോജക മണ്ഡലങ്ങളിലും നമ്മൾ നിർത്തിയ സ്ഥാനാർത്ഥികളെ നോക്കൂ നിങ്ങൾ. ഒക്കെ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട സ്ഥാനാർത്ഥികളാണ്. CPM-കാര് ലീഗും കോൺഗ്രസും കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നടപടിയെടുത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി നടക്കാണ്. താനൂരിൽ ഇന്നലെയാണ് സ്ഥാനാർത്ഥിയായത്. ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു, താനൂരിൽ കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ അമരസ്ഥാനത്തിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അനുജനുണ്ടല്ലോ PK നവാസ് ഇപ്പോൾ തന്നെ താനൂരിൽ ജയിച്ചു കിടക്കുകയാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ വേണ്ടി സാധിക്കും. അബ്ദുറഹിമാനാണ് അവിടെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചിരുന്നത്. വി അബ്ദുറഹിമാനെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുമ്പോ അബ്ദുറഹിമാൻ താനൂർ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കില്ല എന്ന് CPM-കാർക്ക് അറിയില്ലെങ്കിലും ഞങ്ങൾക്കറിയാമായിരുന്നു. അബ്ദുറഹിമാൻ കൊന്നാലും അബ്ദുറഹിമാൻ താനൂരിൽ സ്ഥാനാർത്ഥിയാവൂല എന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. അദ്ദേഹം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങിയില്ല, ഇല്ലേ? അത് എല്ലാ സ്ഥാനാർത്ഥികളും കളം നിറഞ്ഞപ്പോ ഒരു സ്ഥാനാർത്ഥി മാത്രം മലപ്പുറം ജില്ലയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങില്ല. അവിടെ മാത്രമല്ല, മങ്കടയിൽ പല സ്ഥലത്തും ഇവരിങ്ങനെ വെയിറ്റിംഗിലാണ്. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു, പക്ഷേ സ്ഥാനാർത്ഥികൾ പ്രചരണത്തിന് ഇറങ്ങിയിട്ടില്ല. അപ്പൊ താനൂരിൽ അബ്ദുറഹിമാൻ എന്തുകൊണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നിട്ടും പ്രചരണത്തിന് ഇറങ്ങുന്നില്ല എന്ന് ചോദിക്കുമ്പോ മറുപടിയില്ല. അബ്ദുറഹിമാൻ പറഞ്ഞു, ഞാൻ താനൂരിൽ മത്സരിക്കൂല. അബ്ദുറഹിമാനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് ആരാണ്? കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ ഏറ്റവും വലിയ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ ആ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്, അല്ലേ? മുഖ്യമന്ത്രി അതിന് താഴെയാണ്. ആ പാർട്ടിയുടെ നേതാവ് AKG സെന്ററിൽ വെച്ച് പത്രസമ്മേളനത്തിൽ പ്രഖ്യാപിക്കുകയാണ്, കേരളത്തിലെ CPM മത്സരിക്കുന്ന നിയോജക മണ്ഡലങ്ങളെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോ താനൂർ എന്ന പേര് പറഞ്ഞത് അബ്ദുറഹിമാൻ എന്നാണ്. അബ്ദുറഹിമാൻ പറഞ്ഞു, ഞാൻ അങ്ങോട്ടേക്ക് പോകൂല. നിങ്ങൾക്കറിയോ ഇതിന്റെ ലക്ഷണം, ഇതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഇത് CPM അനുഭവിക്കണം. അവർ അർഹിച്ചതാണ്. മലപ്പുറത്തെ ജനാധിപത്യ ബോധത്തെ ATM മെഷീനുകൾ കൊണ്ടുവന്നുകൊണ്ട് വിലക്കെടുക്കാൻ ശ്രമിച്ച CPM-നുള്ള പാഠമാണിത്. മലപ്പുറത്തെ പുത്തൻ പണക്കാരുടെ കാൽച്ചുവട്ടിൽ ഞെരിഞ്ഞമരുന്ന പാർട്ടിയായി ഈ CPM മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇല്ല, നിങ്ങൾ ആലോചിച്ചോക്കും, ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പ്രഖ്യാപിക്കാണ് സ്ഥാനാർത്ഥി ഇന്നയാള്. അയാൾ പറയാണ്, നിങ്ങൾ പണി നോക്കി, ഞാൻ മത്സരിക്കൂല. ഞാൻ മത്സരിക്കണമെങ്കിൽ എനിക്ക് തിരൂരിൽ സ്ഥാനാർത്ഥിത്വം കിട്ടണം. പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഇല്ലാത്ത മനുഷ്യൻ, CPM-ൽ ഔദ്യോഗികമായി മെമ്പർഷിപ്പ് ഇല്ലാത്ത മനുഷ്യൻ, CPM-ൽ ഒരു ഭാരവാഹി സ്ഥാനവും ഇല്ലാത്ത മനുഷ്യൻ, കയ്യിൽ കുറച്ച് പൈസയുണ്ട്. ആ പൈസയുടെ ബലം വെച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ വെല്ലുവിളിക്കുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്കറിയുമോ ഏതാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി? സഖാവ് AK ഗോപാലൻ പട്ടിണി കിടന്നുണ്ടാക്കിയ പാർട്ടി എന്നവർ ആവേശത്തോടു കൂടി പറയാറുണ്ട്. അതുപോലെ തന്നെ P കൃഷ്ണപിള്ള, അതുപോലെ തന്നെ EMS നമ്പൂതിരിപ്പാട്, അധികായരായ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ പടുത്തുയർത്തിയ ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ ബീഡി കച്ചവടം നടത്തി പൈസയുണ്ടാക്കിയ മലപ്പുറത്തെ ഒരു മുതലാളി വെല്ലുവിളിക്കുന്നു എങ്കിൽ ഇന്നത്തെ കേരളത്തിലെ CPM നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് അത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇപ്പൊ ഒരു സ്ഥാനാർത്ഥിനെ കിട്ടിയിട്ടുണ്ട്. ആരാന്നറിയോ? ഇപ്പൊ കിട്ടിയ സ്ഥാനാർത്ഥി ലീഗിന്ന് കുറെ കാലം കുറച്ചു മുമ്പ് ലീഗിലുണ്ടായിരുന്നു എന്ന് പറയുന്നു. അയാളാണ് ഇപ്പൊ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. മങ്കടയിൽ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മങ്കടയിലെ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങിയിട്ടില്ല. എന്താ കാര്യം എന്നറിയോ? അവിടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചെറിയ പ്രയാസം ഇങ്ങനെ ചില ആളുകളൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ ആ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും കിട്ടുമോ എന്ന് നോക്കിയിരിക്കുകയാണ് CPM-കാര്. നിങ്ങൾ നോക്കൂ, ഒരു പാർട്ടിയുടെ ഗതികേട്.
ആരാണ് വള്ളിക്കുന്നിലെ CPM-ന്റെ സ്ഥാനാർത്ഥി, ഇടത് മുന്നണിയുടെ സ്ഥാനാർത്ഥി? ഈ മലപ്പുറം ജില്ലയുടെ മലബാറിലെ കേരളക്കരയിലെ CPM-ന്റെ സ്ഥാനാർത്ഥി പട്ടിക എടുത്ത് പരിശോധിക്കുമ്പോ ഈ തെരഞ്ഞെടുപ്പിൽ അവർ എത്രമേൽ ദയനീയമായി പരാജയപ്പെടും എന്ന് നമുക്ക് കൃത്യമായ ബോധ്യമുണ്ട്. സഖാവ് പിണറായി വിജയൻ പറയാണ്, G. സുധാകരന് അധികാരക്കൊതിയാണ്. ഇത്ര വയസ്സായില്ലേ? പിണറായി വിജയൻ ചോദിക്കാണ്, ഈ കാലപത്രയുമായിട്ടും G. സുധാകരന് അധികാര ഭ്രമമാണ് എന്ന് പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോട് ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. G. സുധാകരന്റെയും നിങ്ങളുടെയും വയസ്സ് പരിശോധിക്കണം. G. സുധാകരന്റെ വയസ്സിലേറെ വയസ്സുണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്. ഇപ്പോഴും മത്സരിക്കുകയാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ ആ കിയ കാറിൽ വന്നിറങ്ങുന്നത്? നമ്മൾ പരിഹസിക്കല്ല, അല്ലെങ്കിൽ കുറ്റം പറയല്ല. ആരോഗ്യം എന്ന് പറയുന്നത് എല്ലാവരെ സംബന്ധിച്ചും വലിയ പ്രയാസമുള്ള കാര്യം. ആരോഗ്യമില്ലെങ്കിൽ കഴിഞ്ഞു എല്ലാം. പക്ഷേ മുട്ടും കയ്യിൽ ഇല്ലാത്തവൻ എന്തിനാണ് ഈ ചെറുവരില്ലാത്തവനെ കുറ്റം പറയുന്നത്? അല്ലേ? മുട്ടും കൈയില്ലാത്തവൻ ചെറുവരില്ലാത്ത ആള് പോകുമ്പോ കണ്ടില്ലേ ഓന്റെ ചേല്, ഓന് വിരലില്ല, ഏതോനെ കാണാപ്പ എന്ത് ചേല എന്ന് ചോദിക്കേണ്ട കാര്യമുണ്ടോ? 80 വയസ്സിന്റെ മുകളിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വയസ്സ്. കേരളത്തിന്റെ നിയമസഭയിലേക്ക് ഇപ്പോഴും മത്സരിക്കുകയാണ്. G. സുധാകരന്റെ വയസ്സ് 80-ന് താഴെയാണ്. എന്റെ പിണറായി വിജയന് അധികാരമോഹമാവാം. അദ്ദേഹം മാറി നിൽക്കണ്ടേ? എന്തേ മാറി നിൽക്കാഞ്ഞത്? കുറെ ആളുകളെ മാറ്റി നിർത്തിയല്ലോ. CPM-ലെ പ്രധാനപ്പെട്ട പല നേതാക്കളെയും മാറ്റി നിർത്തിയപ്പോ എന്തുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി മാറി നിൽക്കുന്നില്ല? കേരളത്തിലെ പൊതുസമൂഹം ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യമായി മാറുകയാണ് G. സുധാകരനെ അദ്ദേഹം ഇങ്ങനെ പരിഹസിക്കുമ്പോ. അല്ലേ? PK ശശി പോന്നു പാലക്കാട് ജില്ലയിൽ, ഐഷ പോറ്റി പോന്നു. ഞാനതാണ് പറഞ്ഞത്. ഞാൻ അവരുടെ പേര് പറയുന്നില്ല, കാരണം പേര് പറഞ്ഞാൽ അത് നീണ്ടുപോകും. CPM-ൽ നിന്ന് രാജിവെച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരോട് സലാം പറഞ്ഞുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിയുടെ കൂടെ പ്രവർത്തിക്കാൻ പോന്നിട്ടുള്ള നേതാക്കന്മാരുടെ, പ്രബലരായ നേതാക്കന്മാരുടെ പേരുകളാണ് ഞാൻ പറഞ്ഞത്. ഞാനതാണ് പറഞ്ഞത്. പുതുയുഗ യാത്രയിൽ നമ്മുടെ കൂടെ നമ്മൾ മാത്രമല്ല, നമ്മുടെ കൂടെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെ വലിയ ഒരു വിഭാഗം പ്രവർത്തകരുണ്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവർക്കറിയാം നേരാമണ്ണം രാഷ്ട്രീയം പറഞ്ഞിട്ട് തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരാൻ വേണ്ടി കഴിയില്ല എന്ന് ഇവർക്ക് കൃത്യമായിട്ടറിയാം. നിങ്ങൾ നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിൽ CPM മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം പൊളിറ്റിക്കലാണോ? അവർ രാഷ്ട്രീയം പറയുന്നുണ്ടോ? വികസനം പറയാൻ കഴിയോ? വർഗീയത പറഞ്ഞുകൊണ്ട് എങ്ങനെ 4 വോട്ട് നേടാം എന്നാണ് CPM ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന മനുഷ്യൻ കേരളത്തിലെ പൊതു സമൂഹത്തിന്റെ മുമ്പാകെ വന്നുകൊണ്ട് വലിയ രൂപത്തിലുള്ള വർഗീയത പറഞ്ഞപ്പോ എന്താണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം? എന്തായിരുന്നു? ശ്രീ പിണറായി വിജയൻ എന്താ പറഞ്ഞത്? അദ്ദേഹത്തെ മഹത്വവൽക്കരിക്കുകയാണ് ചെയ്തത്. ഏത് വെള്ളാപ്പള്ളി എന്നറിയോ? ഐക്യജനാധിപത്യ മുന്നണി കേരളം ഭരിക്കുമ്പോ വെള്ളാപ്പള്ളി എന്തോ വർത്തമാനം പറഞ്ഞപ്പോ ഇതുപോലെ വർഗീയത പറയുന്ന ആളുകളെയൊക്കെ പിടിച്ച് ജയിലിടുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ കേരളത്തിന്റെ അന്നത്തെ പ്രതിപക്ഷ സ്ഥാനത്തിരുന്ന അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവായിരുന്ന CPM-ന്റെ നേതാവായിരുന്ന ശ്രീ പിണറായി വിജയൻ പറഞ്ഞത് വെള്ളാപ്പള്ളി നടേശനെ പിടിച്ച് ചങ്ങലക്കിടണം എന്നാ പറഞ്ഞിരുന്നത്. അന്ന് ചെറിയ എന്തോ വർഗീയത പറഞ്ഞിട്ടുള്ളൂ. ഇന്നിപ്പോ വലിയ വർഗീയത പറഞ്ഞപ്പോ ആ വെള്ളാപ്പള്ളി നടേശനെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കാറിന്റെ മുൻസീറ്റിലിരുത്തിയിട്ടാണ് ശ്രീ പിണറായി വിജയൻ യാത്ര നടത്തിയത്. ഞാൻ ചോദിക്കട്ടെ, ഗോവിന്ദൻ മാഷ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആണല്ലോ, സാങ്കേതികമായി പിണറായി വിജയന്റെ മുകളിൽ നിൽക്കുന്ന ആളാണല്ലോ, മുഖ്യമന്ത്രി പദത്തിലിരിക്കുന്നുവെങ്കിലും കേരളത്തിലെ പാർട്ടിയാണ് ശ്രീ പിണറായി വിജയനെ മുഖ്യമന്ത്രിയാക്കിയത്. ആ പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്ന ആളാണ് ശ്രീ ഗോവിന്ദൻ മാഷ്. ആ ഗോവിന്ദൻ മാഷ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ വണ്ടിയിൽ, വാഹനത്തിൽ എത്ര പ്രാവശ്യം കയറിയിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഒറ്റ പ്രാവശ്യം കയറിയിട്ടില്ല എന്നതായിരിക്കും. ഇനി അഥവാ കയറിയിക്കണേ തന്നെ എനിക്ക് ചെറിയൊരു ഓർമ്മ അങ്ങനെ ഉണ്ട്. ഡൽഹിയിൽ കേരള ഹൗസിൽ നിന്ന് AKG സെന്ററിലേക്ക് പോയപ്പോ ഗോവിന്ദ മാഷയുടെ വണ്ടി കാത്തിക്കാണ്. വണ്ടി കിട്ടാഞ്ഞപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ വണ്ടി വരുന്നത്. അന്ന് അതിൽ കയറിയപ്പോ കയറി എന്നല്ലാതെ കേരളത്തിലെ CPM-ന്റെ നേതാവിന്, പാർട്ടി സെക്രട്ടറിക്ക് മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ കയറാനുള്ള അനുമതി കിട്ടിയിട്ടില്ല. അവിടെയാണ് വെള്ളാപ്പള്ളി നടേശനെ ആനയിച്ചു കൊണ്ടുവന്നുകൊണ്ട് ശ്രീ പിണറായി വിജയൻ തന്റെ വാഹനത്തിൽ കയറ്റി ഔദ്യോഗികമല്ലാത്ത ഒരു പരിപാടിയിൽ കൊണ്ടുപോയി ഇരുത്തി എന്ന് മാത്രമല്ല
ആ മനുഷ്യനെ കുറിച്ച് വാതോരാതെ വലിയ രൂപത്തിൽ പ്രശംസ നടത്തിയ ആളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ എന്ന് നമ്മൾ അറിയണം. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? 4 വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇവർക്കറിയാം ഇപ്പൊ എല്ലാ വിഭാഗം ആളുകളും തങ്ങളോട് തെറ്റി മാറി നിൽക്കുകയാണ് എന്ന് ഏറെക്കുറെ ഇവർക്ക് നല്ല ധാരണയിക്കണ്. അവിടെ കൂടെ ഉണ്ടായിരുന്ന പരമ്പരാഗതമായ എല്ലാ വിഭാഗം ആളുകളും മുസ്ലിം സമുദായത്തിൽ നിന്ന്, ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന്, ഹൈന്ദവ സമുദായത്തിൽ നിന്ന് CPM-നെയും LDF-നെയും പിന്തുണച്ചിരുന്ന പല സംഘടനകളും, പല രാഷ്ട്രീയ പാർട്ടികൾ, പല സാമുദായിക സംഘടനകളടക്കം അവരോട് അനിഷ്ടം പ്രകടിപ്പിച്ചുകൊണ്ട് മാറി നിൽക്കുകയാണ്. അവരൊക്കെ ആഗ്രഹിക്കുന്നത് UDF അധികാരത്തിൽ വരണമെന്നുള്ളതാണ്. അപ്പൊ പിന്നെ പറയാനുള്ളത് വർഗീയതയാണ്. വർഗീയത പറയുമ്പോൾ അത് മനസ്സിലുള്ള ആളുകളുടെ വല്ലാത്തൊരു പിന്തുണ കിട്ടും. അത് PC ജോർജിനെ പോലെയുള്ള, PC ജോർജ് ഇപ്പോഴല്ല BJP പോയത്. വർഗീയത പറയാൻ തുടങ്ങുന്ന കാലത്ത് PC ജോർജ് CPM-ന്റെ കൂടെയായിരുന്നു. മതേതരത്വം പറഞ്ഞ സമയത്ത് PC ജോർജ് UDF-ലായിരുന്നു. മതേതരത്വത്തിന് കളങ്കപ്പെടുത്തുന്ന വർത്തമാനം പറഞ്ഞപ്പോഴാണ് പൂഞ്ഞാറിൽ നിന്ന് അവിടുത്തെ UDF പ്രവർത്തകന്മാരുടെ വികാരം മാനിച്ചുകൊണ്ട് ആ മനുഷ്യനെ നമ്മൾ മാറ്റി നിർത്തിയത്. പിന്നീട് ഇടക്കാലത്ത് തീവ്രത കുറഞ്ഞ വർഗീയത പറഞ്ഞപ്പോ CPM-ന്റെ കൂടെയായിരുന്നു. ഇപ്പൊ കുറച്ചുകൂടി തീവ്രത കൂടിയപ്പോ ഇന്ന് PC ജോർജ് നിൽക്കുന്നത് BJP-യുടെ പാളയത്തിലാണ്. ആ PC ജോർജിനെ പ്രോത്സാഹിപ്പിച്ച കേരളത്തിലെ CPM, അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശനെ പ്രോത്സാഹിപ്പിക്കുന്ന കേരളത്തിലെ CPM, അവർ ലക്ഷ്യം വെക്കുന്നത് ഈ നാടിൽ നമ്മുടെ നാട്ടിലെ മഹിതമായിരിക്കുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷമുണ്ട്. അത് വല്ലാത്തൊരു അന്തരീക്ഷമാണ്. വികസനം ഇല്ലെങ്കിൽ പോകട്ടെ എന്ന് വെക്കാം, അല്ലേ? അപ്പൊ നമ്മളൊരു റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കാന്ന് വിചാരിക്കാം. അതിലൂടെ നടന്നു പോകാൻ കുറച്ച് പ്രയാസമൊക്കെ ഉണ്ടാകും, വാഹനം ഓടിക്കാൻ കുറച്ച് പ്രയാസമൊക്കെ ഉണ്ടാകും. താൽക്കാലികമായി നമുക്കതൊന്ന് സഹിക്കാമെന്ന് വെക്കാം. പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കൂ, ഈ സദസ്സിന് എന്ത് മനോഹാരിതയാണ്. ആരൊക്കെയാണ് ഈ സദസ്സിലിരിക്കുന്നത്? നമുക്കിടയിൽ എന്നെങ്കിലും മതത്തിൻ്റെയോ ജാതിയുടെയോ ആശയത്തിൻ്റെയോ വെറുപ്പിൻ്റെ ഒരു വകതിരിവ് നമുക്കുണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ, ഒരിക്കലും ഉണ്ടായിട്ടില്ല. നിങ്ങൾ നോക്കൂ, ഇപ്പോൾ പെരുന്നാൾ കഴിഞ്ഞു പോയില്ലേ? ആ പെരുന്നാളിന് വെച്ച ബിരിയാണി ചൂടാറുന്നതിന് മുമ്പ് എൻ്റെ തൊട്ടടുത്ത വീട്ടിലെ വിലാസിനിയുടെ മക്കൾ കഴിക്കട്ടെ എന്നാഗ്രഹിക്കുന്ന നല്ലവരായിരിക്കുന്ന മുസ്ലിം സഹോദരിമാരുള്ള നാടാണ് നമ്മുടെ നാടെന്ന് പറയുന്നത്. വിഷു വരാൻ വേണ്ടി പോവുകയാണല്ലോ. വിഷുവിന് വെക്കുന്ന പായസം അത് എൻ്റെ വീട്ടിലെ കുട്ടികൾ കുടിക്കുന്നതിന് മുമ്പേ എൻ്റെ അയൽവാസിയായ തൊട്ടപ്പുറത്തെ ഫാത്തിമയുടെ മക്കൾ കഴിക്കട്ടെ എന്നാഗ്രഹിക്കുന്ന നല്ലവരായിരിക്കുന്ന ഹൈന്ദവ സഹോദരിമാർ താമസിക്കുന്ന നാടാണ് നമ്മുടെ നാട്. ക്രിസ്തുമസ് കഴിഞ്ഞു പോയല്ലോ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ നാട്ടുംപുറത്തൊക്കെ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ആളുകൾ കുറവാണെങ്കിലും ഉള്ള ക്രിസ്ത്യൻ സമുദായത്തിലെ സഹോദരന്മാരുടെ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചത് നമ്മൾ ഒന്നിച്ചല്ലേ? വല്ലാത്ത മനോഹരമായിരിക്കുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷമല്ല അത്? ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും മതമുള്ളവനും ഇല്ലാത്തവനുമൊക്കെ ഏകോദര സഹോദരങ്ങളെ പോലെ കഴിയുന്ന വല്ലാത്തൊരു അന്തരീക്ഷം. ആ അന്തരീക്ഷത്തിന് തടയിടാൻ വേണ്ടിയാണ്, അതിനെ തകർക്കാൻ വേണ്ടിയാണ് ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ, BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ പിന്തുണയോടുകൂടി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖരൻ നല്ല ഒന്നാം തരം കച്ചവടക്കാരനാണ്. ആരാ കൊണ്ടുവന്നത് നരേന്ദ്ര ദാമോദർ മോദിയാണ്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, അടൽ ബിഹാരി വാജ്പേയിയെ പോലെയുള്ള ഒരു BJP-യുടെ നേതാവാണ് ഇന്ന് ഇന്ത്യ രാജ്യത്ത് BJP-ക്ക് നേതൃത്വം കൊടുക്കുന്നത് എങ്കിൽ രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള ഒരാൾ കേരളത്തിലെ BJP-യുടെ അധ്യക്ഷ സ്ഥാനത്തെത്തുമായിരുന്നില്ല. പക്ഷേ നരേന്ദ്രമോദി എന്ന് പറയുന്ന മനുഷ്യനുണ്ടല്ലോ, ഗുജറാത്തിന്റെ തെരുവിൽ കലാപം അടിച്ചു വിട്ടുകൊണ്ട് പാവപ്പെട്ട ഒരു പ്രത്യേക സമുദായത്തിലെ ആളുകളെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് നിഷ്കാസനം ചെയ്ത് ആയിരക്കണക്കിന് വരുന്ന ആളുകളെ കൊന്നു തള്ളിയതിനെ കുറിച്ച് പത്രക്കാർ ചോദിക്കുകയാണ്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കസേരയിലേക്ക് നടന്നു പോകുന്ന ഒരു മനുഷ്യനോട് നിങ്ങൾക്ക് ഗുജറാത്ത് കലാപത്തെ കുറിച്ച്, ആ കലാപത്തിൽ ആയിരക്കണക്കിന് വരുന്ന മുസ്ലിം സഹോദരിമാരെ ചുട്ടുകൊന്നു തള്ളിയതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കസേരയിലേക്ക് ഡൽഹിയിലേക്ക് നടന്നു പോകുന്ന ഒരു മനുഷ്യനോട് പത്രക്കാർ ചോദിക്കുമ്പോ ആ മനുഷ്യൻ അവരോട് പറഞ്ഞത്, അവരോട് മാത്രമല്ല, അവർ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ രാജ്യത്തെ കോടാനുകോടി വരുന്ന ജനങ്ങളെയാണ്, എന്നെയും നിങ്ങളെയുമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ മനുഷ്യരുണ്ടല്ലോ, മതവിശ്വാസവും അതുപോലെ തന്നെ ആശയത്തിൽ ഉറച്ച നിലപാടുകളും ഉണ്ടായിരിക്കെ തന്നെ പരസ്പരം സ്നേഹിക്കുകയും പരസ്പരം ബഹുമാനിക്കുകയും ചെയ്യുന്ന വല്ലാത്തൊരു സ്നേഹബന്ധമുള്ള ഈ മനുഷ്യരുണ്ടല്ലോ, 150 കോടിയോളം വരുന്ന ഈ രാജ്യത്തെ ജനങ്ങളുടെ പ്രബുദ്ധതയ്ക്ക് മുമ്പിലാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കസേരയിലേക്ക് പോകുന്ന ഒരു മനുഷ്യൻ പറഞ്ഞത്,
ഞാനിങ്ങനെ റോഡിലൂടെ വാഹനം ഓടിച്ചു പോകുമ്പോൾ എൻ്റെ വാഹനത്തിന് മുമ്പിൽ ഒരു പട്ടിക്കുട്ടി പെട്ടാൽ എന്തായിരിക്കുമോ എൻ്റെ മാനസികാവസ്ഥ, അത്രയേ ആ സംഭവത്തെ ഞാൻ കാണുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിസ്സാരവൽക്കരിച്ച മനുഷ്യനുണ്ടല്ലോ, 1-ാം നമ്പർ കച്ചവടക്കാരനാണ് നരേന്ദ്ര ദാമോദർ മോദി. ആ നരേന്ദ്ര ദാമോദർ മോദിയാണ് കേരളത്തിലെ BJPയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ബിസിനസ്മാനെ കൊണ്ടുവന്നത്. അവർ കച്ചവടം ഉറപ്പിക്കുകയാണ്. അവർ വെള്ളാപ്പള്ളി നടേശനിലൂടെ കച്ചവടം ഉറപ്പിക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമമാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഈ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വെള്ളാപ്പള്ളിയും രാജീവ് ചന്ദ്രശേഖരും പരസ്പരം കച്ചവടം ഉറപ്പിക്കുമ്പോ ആ കച്ചവടത്തിൽ നിന്ന് ഇവിടെ സ്ഥലക്കച്ചവടക്കാർ സ്ഥലക്കച്ചവടം നടത്തുമ്പോ അതിലൊരു കമ്മീഷൻ പറയാറുണ്ട്. 1% വിൽക്കുന്നവരും 2% വാങ്ങുന്നവരും എന്നുള്ള കമ്മീഷൻ പറയാറുണ്ട്. അങ്ങനെ സ്ഥലക്കച്ചവടക്കാർ ലക്ഷങ്ങളുടെ കോടിയുടെ ബിസിനസ് നടത്തുമ്പോ കമ്മീഷൻ പറഞ്ഞു പറ്റുന്ന 1000-ന്റെയും 1,00,000-ന്റെയും കമ്മീഷൻ കൊതിച്ചുകൊണ്ട് നമ്മുടെ നാട്ടും പുറത്ത് നടക്കുന്ന നമ്മൾ അവരെ ബ്രോക്കർമാർ എന്നാണ് പേരിട്ട് വിളിക്കാറുള്ളത്. ആ ബ്രോക്കർമാരുടെ നിലവാരത്തിലേക്ക് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവ്, കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മാറിപ്പോയി എന്നുള്ളതാണ് ഇന്നത്തെ കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷം എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. BJPയും വെള്ളാപ്പള്ളിയും ഉൾപ്പെടെയുള്ള വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ കച്ചവടം ഉറപ്പിക്കുമ്പോ അതിൽ നിന്ന് കിട്ടുന്ന കമ്മീഷൻ പറ്റാൻ വേണ്ടി ഏത് കേരളത്തിന്റെ എന്നറിയുമോ? ഇവിടെ E.K. നായനാർ കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേര ഇരുന്നിട്ടുണ്ട്. EMS നമ്പൂതിരിപ്പാട് കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേര ഇരുന്നിട്ടുണ്ട്. VS അച്യുതാനന്ദൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേര ഇരുന്നിട്ടുണ്ട്. CPM-ന്റെ നേതാക്കന്മാരായിരുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരായിരുന്നു. അവരൊന്നും ഇതുപോലെ വകതിരിവില്ലാത്ത പ്രവർത്തനം നടത്തിയിട്ടില്ല. അവരൊന്നും ഇതുപോലെയുള്ള വർത്തമാനം പറഞ്ഞിട്ടില്ല. അവരൊന്നും ഇതുപോലെയുള്ള ഓരോ സമീപനത്തെയും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. നിങ്ങൾക്കറിയോ, ആ പാർട്ടിയുടെ പിന്മുറക്കാരനായ, എതിരാളികളില്ലാതെ ഒരു പാർട്ടിയെ ഉള്ളംകൈയിൽ വെച്ച് നടക്കുന്ന CPM-ന്റെ നേതാവ് ശ്രീ പിണറായി വിജയൻ തിരുവായ്ക്കെതിർവ ഇല്ല എന്നാണ് പറയാനുള്ളത്. ഗോവിന്ദൻ മാഷ് സാങ്കേതികമായ ഒരു സെക്രട്ടറിയാണ്. കൂടെയുള്ള ആളുകൾ സാങ്കേതികമായി കൂടെയുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം പിണറായി വിജയൻ പറയുന്ന പോലെയാണ്. അദ്ദേഹം പറയാണ്, ഇപ്പൊ പകലല്ല, ഇപ്പൊ രാത്രിയാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ CPM-കാരൻ കണ്ണടച്ച് പറഞ്ഞോണം, ഇപ്പോ പകലല്ല, ഇപ്പൊ രാത്രിയാണ് എന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരൻ കണ്ണടച്ച് പറഞ്ഞോണം. ഇല്ലെങ്കിൽ കണ്ണ് തുറക്കുമ്പോ ആ പാർട്ടിയിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് കേരളത്തിലെ കമ്മ്യൂണിസത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. ആ മനുഷ്യനാണ് രാജീവ് ചന്ദ്രശേഖറും അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ള ഈ രാജ്യത്തെ വർഗീയത പറഞ്ഞുകൊണ്ട് നമ്മുടെ നാടിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്ന ആളുകളെ കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ കൊണ്ടുവന്ന് ആദരിക്കുന്നത് എന്ന് പറയുമ്പോ അവിടെയാണ് ഞാൻ പറഞ്ഞത്, എന്ത്, നമ്മുടെ നാടിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തെ തകർക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമമാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, മലപ്പുറം ജില്ലയെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞത് അല്ലേ? മലപ്പുറം ജില്ല എന്ന് പറയുന്നത് വല്ലാത്ത ഒരു, ഇവിടത്തെ നമുക്കറിയാലോ, മലപ്പുറത്ത് നമ്മൾ എത്രമേൽ സ്നേഹത്തോടു കൂടിയാണ് കഴിയുന്നത് അല്ലേ? ഇവിടുത്തെ ഹിന്ദുവിന്റെ പ്രശ്നം മുസ്ലിമിന്റെ പ്രശ്നമാണ് അല്ലേ? ഇവിടുത്തെ മുസ്ലിമിന്റെ പ്രശ്നം ഹിന്ദുവിന്റെ പ്രശ്നമാണ്. ഇവിടുത്തെ മുസ്ലിമിന്റെയും ഹിന്ദുവിന്റെയും പ്രശ്നം ഇവിടുത്തെ ക്രിസ്ത്യാനിയുടെ പ്രശ്നമാണ്. നിങ്ങൾ നോക്കൂ, തെക്കൻ ജില്ലകളിൽ നിന്നൊക്കെ നമ്മുടെ ഈ ജില്ലയിലേക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ജോലി തേടി വന്നിരുന്ന ആരും ഇപ്പൊ ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നില്ല. എന്താ പോകത്തറിയോ? അവിടെ സ്ഥലമില്ലാഞ്ഞിട്ടല്ല, അവിടെ അവർക്ക് ബന്ധുക്കളില്ലാഞ്ഞിട്ടല്ല, കുടുംബങ്ങളില്ലാഞ്ഞിട്ടല്ല. അവർ ഈ സ്നേഹത്തിന്റെ വല്ലാത്ത തണലിൽ ജീവിക്കുമ്പോ ഇനിയിപ്പോ ഒരു മാറ്റം വേണ്ട എന്നാഗ്രഹിച്ചത് കൊണ്ടാണ് അവരിപ്പോഴും ഈ മലപ്പുറത്ത് തന്നെ താമസിക്കുന്നത്. ഈ മലബാറിൽ അത് വല്ലാത്തൊരു പാരമ്പര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ അനുഭവങ്ങൾ, അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന രൂപത്തിൽ ഇവിടെ എന്തൊക്കെ വർത്തമാനങ്ങളാണ് കേരളത്തിലെ CPM-ന്റെ തലമുതിർന്ന നേതാക്കന്മാർ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? മലപ്പുറത്തെ ഹിന്ദുവിനെയും മുസൽമാനെയും തമ്മിലടിപ്പിക്കാൻ വേണ്ടിയുള്ള വലിയ വർത്തമാനം പറഞ്ഞു. അതിന് മുസ്ലിം ലീഗിനെ പ്രതിയാക്കി അല്ലേ? ഒരു CPM-ന്റെ നേതാവ് പറഞ്ഞെന്താ അറിയോ? BJP-ക്കാർ പോലും പറയാത്ത വർത്താനാ പറഞ്ഞത്. ആരെന്നറിയോ? സജി ചെറിയാൻ. നിങ്ങൾ മലപ്പുറത്തേക്ക് നോക്കൂ, അവിടുത്തെ സ്ഥാനാർത്ഥികളുടെ മതം നോക്കൂ എന്നാ പറഞ്ഞത്. സ്ഥാനാർത്ഥികളുടെ മതം നോക്കൂ എന്നാ പറഞ്ഞത്. എന്തിനാണ് സ്ഥാനാർത്ഥികളുടെ മതം നോക്കുന്നത്? ഇവിടെ മലപ്പുറം ജില്ലയിൽ സ്വാഭാവികമായി നമുക്കറിയാം, ഇവിടെ ഭൂരിപക്ഷമുള്ള സമുദായത്തിൽ നിന്ന് കുറച്ച് ആളുകൾ കൂടുതലുണ്ടാവും. അത് സ്വാഭാവികമല്ലേ? കോട്ടയം ജില്ലയിലേക്ക് പോയാൽ
അവിടെ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ആളുകൾ കുറച്ച് കൂടുതലുണ്ടാകും. തൃശ്ശൂരിലേക്ക് പോകുമ്പോൾ അവിടെ ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട ആളുകൾ കുറച്ച് കൂടുതലുണ്ടാവും. അത് സ്വാഭാവികമല്ലേ? ഇപ്പൊ നിങ്ങൾ നോക്കൂ, നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ ജോജി കെ അലക്സ് ഇവിടെ ഇരിക്കുന്നു. അദ്ദേഹം ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ആളല്ലേ? അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച ആളല്ലേ? നമ്മൾ ആരെങ്കിലും ആ ഒരു പ്രശ്നം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടോ? ഇവിടെ എത്ര ഹൈന്ദവ സഹോദരന്മാരും എത്ര മുസ്ലിം സഹോദരന്മാരും ജനപ്രതിനിധികളായി വരുന്നു അല്ലേ? ആരെങ്കിലും നമ്മൾ മതത്തിന്റെ പേരിൽ ഈ രാഷ്ട്രീയത്തെ വ്യാഖ്യാനിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇവിടുത്തെ ഒരു പ്രത്യേകത വേറൊന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട് വരുന്ന ആളുകൾ, ഇപ്പോ ജോജി കെ അലക്സ് ആണെങ്കിൽ അദ്ദേഹം ഏറ്റവും വലിയ പ്രാധാന്യം കൊടുക്കുക അദ്ദേഹത്തിന്റെ സമുദായത്തിനല്ല, മറിച്ച് മുസ്ലിം സമുദായത്തിനും ഹൈന്ദവ സമുദായത്തിനും അദ്ദേഹം പ്രാധാന്യം കൊടുക്കുക. ഇവിടെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു മുസ്ലിം അവർ പ്രാധാന്യം കൊടുക്കുക ആർക്കാണെന്നറിയോ? ഇവിടുത്തെ മുസ്ലിങ്ങളെക്കാൾ വലിയ പ്രാധാന്യം കൊടുക്കുന്നത് ഇവിടുത്തെ ഹൈന്ദവ സഹോദരന്മാരുടെ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ആളുകളുടെ പ്രശ്നങ്ങൾക്കാണ്. അതാണ് സ്നേഹം, അതാണ് സൗഹാർദ്ദപരമായിരിക്കുന്ന സാമൂഹ്യ അന്തരീക്ഷം എന്ന് പറയുന്നത്. ആ സാമൂഹ്യ അന്തരീക്ഷത്തെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ സ്ഥാനാർത്ഥിത്വം വെച്ചുകൊണ്ട് പോലും ചോദ്യം ചെയ്യുന്ന രൂപത്തിലേക്ക് കേരളത്തിലെ CPM മാറിപ്പോയിട്ടുണ്ട് എങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, ആശയത്തിന്റെ പേരിൽ BJP ഉത്തരേന്ത്യയിൽ പയറ്റുന്ന ഈ രാഷ്ട്രീയത്തെ ഇങ്ങ് കൊച്ചു കേരളത്തിൽ, ഈ മലബാറിൽ, മലപ്പുറം ജില്ലയിൽ കൊണ്ടുവന്ന് പറിച്ചു നടാൻ വേണ്ടി ശ്രമിക്കുന്ന CPM-കാരനെ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂഖണ്ഡത്തിൽ നിന്ന് പറിച്ചു മാറ്റാനുള്ള സമയമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വികസന കാര്യങ്ങളെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല അല്ലേ? വികസന വിരുദ്ധ നിലപാടുകളും ജനവിരുദ്ധ നിലപാടുകളും ഒന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല. എത്രമേലാണ് ഈ പ്രയാസം അനുഭവിക്കുന്നത് എന്ന് നമുക്കൊക്കെ കൃത്യമായിട്ട് ബോധ്യമുണ്ട്. അഴിമതിയുടെ കൂത്തരങ്ങായി, സ്വജനപക്ഷപാതത്തിന്റെ കേദാരമായി ഈ ഭരണ സംവിധാനത്തെ മാറ്റിയ ആളുകളാണ് അല്ലേ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. ശൈലജ ടീച്ചർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ, ശൈലജ ടീച്ചർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുമെന്ന കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. കുറെ ആളുകൾ അതിനോട് അങ്ങനെ പറഞ്ഞിരുന്നു. ആ സാധു അത് പ്രതീക്ഷിച്ച് നിൽക്കുകയും ചെയ്തു. കിട്ടിയില്ല. എത്ര ആളുകൾ മന്ത്രി പോലും ആയില്ല. ആരൊക്കെയാണ് മന്ത്രിയായത് അല്ലേ? ഇന്ന് കേരളത്തിലെ LDF-നെ നിയന്ത്രിക്കുന്നത് CPM-നെ മാത്രമല്ല, LDF-നെ നിയന്ത്രിക്കുന്നത് പിണറായി വിജയൻ കഴിഞ്ഞ പിന്നെ അദ്ദേഹത്തിന്റെ മരുമകൻ PA മുഹമ്മദ് റിയാസാണ്. PA മുഹമ്മദ് റിയാസിന്റെ ചീട്ട് കീറാൻ ഇനി അധിക കാലമില്ല. ബേപ്പൂരിൽ ഒരു പുലി ഇറങ്ങിയിട്ടുണ്ട്. ആ പുലി PV അൻവർ എന്ന് പറയുന്ന മനുഷ്യനുണ്ടല്ലോ. ഒരു സംശയം വേണ്ട, കേരളത്തിലെ മരുമോനിസം, പിണറായിസം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരുടെ, കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും നേതാക്കന്മാരുടെയും പ്രവർത്തകന്മാരുടെയും കരം പിടിച്ചുകൊണ്ട് ബേപ്പൂരങ്ങാടി കൂടെ നടക്കുന്നുണ്ട് എങ്കിൽ അതിന്റെ റിസൾട്ട് വരാനിരിക്കുന്ന മെയ് മാസം 4-ാം തീയതി നമുക്ക് കാണാം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിൽ ഞാൻ പറഞ്ഞല്ലോ, CPM അഡപടലം പപ്പടം പോലെ തകർന്ന് തരിപ്പണമാവാൻ വേണ്ടി പോവുകയാണ്. ഒരു സംശയം വേണ്ട, അവർക്ക് തന്നെ അത് ബോധ്യമായിട്ടുണ്ട്. ഈ PA മുഹമ്മദ് റിയാസാണ് കഴിഞ്ഞ ഭരണ സംവിധാനത്തെ നിയന്ത്രിച്ചത്. മുഖ്യമന്ത്രി പറയും, അദ്ദേഹം അങ്ങനെയാണല്ലോ, അദ്ദേഹം ആരോടും നേരിട്ട് പറയൂല. അദ്ദേഹം ക്യാബിനറ്റിലും ഒരു വർത്താനം പറയില്ല, മിണ്ടാണ്ടിരിക്കും. പറയാനുള്ളതൊക്കെ റിയാസ് പറയും. വല്ലാതെ തികട്ടി വരുമ്പോഴാണ് ഇദ്ദേഹം എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അത് പറഞ്ഞതേക്കാരം, ഒരു 1.5 വാക്കേക്കാരം. അപ്പൊ ഇന്നലെ ഇയാൾ എന്താ പറഞ്ഞറിയോ? സെറ്റാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ ആരെങ്കിലും അങ്ങനെ ഒരാളെ കുറിച്ച് പറയോ? നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാള് നമ്മുടെ കൂടെ വേണ്ട, നമ്മൾ എതിരാളിയെന്ന് വിചാരിക്കുക അല്ലേ? ഇപ്പൊ ഇവിടെ മത്സരിക്കുന്നുണ്ട് നമ്മുടെ എതിർ സ്ഥാനാർത്ഥി. നമ്മൾ എന്തെങ്കിലും അദ്ദേഹത്തെ കുറിച്ച് ബഹുമാനം കുറഞ്ഞ വർത്തമാനം പറയാൻ പോകുന്നില്ലല്ലോ. അത് പറയാൻ പാടില്ലല്ലോ. നമ്മുടെ രാഷ്ട്രീയ എതിരാളികൾ മാന്യമായിട്ടല്ലേ നമ്മൾ പറയുന്നത്? പിണറായി വിജയൻ കേരളത്തിന്റെ CPM-ന്റെ നേതാവും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായിട്ട് അദ്ദേഹം കണ്ടെത്തിയ കുറെ പദപ്രയോഗങ്ങളുണ്ട്. കേരളത്തിലെ പ്രത്യേകമായ ഒരു ഭാഷ നിഘണ്ടുവിൽ ഉൾപ്പെടുത്തേണ്ട പദപ്രയോഗങ്ങളാണത്. അത് നമുക്ക് പറ്റിയ നിഘണ്ടുവല്ല. അത് വേറെ ഏതെങ്കിലും സ്ഥലത്ത് ഉപയോഗിക്കേണ്ട നിഘണ്ടുവാണ്. പരമചറ്റ എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും തലമുതിർന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനായ ഒരു മനുഷ്യനെ കുറിച്ചാണ്. പരനാറി എന്ന് പറഞ്ഞു, നികൃഷ്ടജീവി എന്ന് പറഞ്ഞു അല്ലേ? എന്തൊക്കെയാ പറഞ്ഞത്? പരമചറ്റ എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. എന്തറിയോ? ശ്രീ VS അച്യുതാനന്ദൻ മരണപ്പെട്ടു പോയല്ലോ. അദ്ദേഹം കാര്യം എന്തൊക്കെയാണെങ്കിലും ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. ശ്രീ VS അച്യുതാനന്ദൻ
ഇന്ന് സ്വബോധത്തോടുകൂടി ജീവിച്ചിരിക്കുന്നുവെങ്കിൽ ജി സുധാകരന്റെ മുമ്പേ ആ പാർട്ടിയുമായി ബന്ധം വിച്ഛേദിച്ചുകൊണ്ട് പുറത്തു വരുന്ന നേതാവായി ശ്രീ VS അച്യുതാനന്ദൻ മാറുമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അല്ലേ? സാംസ്കാരിക നായകർ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു ഈ ഗവൺമെന്റിന്റെ ഈ തുടർഭരണം ഇനി വരാൻ പാടില്ല എന്നെല്ലാവരും പറഞ്ഞു. എന്താ കാര്യം എന്നറിയോ? കേരളത്തെ ആ രൂപത്തിലേക്ക് കൊണ്ടുപോയതിന്റെ ഫലമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ രൂപത്തിലേക്ക് കേരളത്തിന്റെ വികസന മേഖലയെ, കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തെ, കേരളത്തിന്റെ ക്രമസമാധാന മേഖലയെ, കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ, കേരളത്തിന്റെ വ്യവസായ മേഖലയെ, ആരോഗ്യ മേഖലയെ, എല്ലാ മേഖലകളെയും, അല്ലേ? ആരോഗ്യ മേഖലയൊക്കെ വല്ലാത്തൊരു സംഭവമാണ്. നിങ്ങൾ നോക്കൂ, കേരളത്തിന്റെ ആരോഗ്യ മേഖല എന്ന് പറയുന്നത് നമ്മൾ പേര് കേട്ട വല്ലാത്തൊരു സംവിധാനമായിരുന്നു കേരളത്തിന്റെ ആരോഗ്യ മേഖല എന്ന് പറയുന്നത്. എന്താണ് കേരളത്തിന്റെ ആരോഗ്യ മേഖലയുടെ ഇന്നത്തെ അവസ്ഥ? തകർന്നു തരിപ്പണായില്ലേ? എന്നിട്ട് വിമർശനം വന്നപ്പോ ഒരു മന്ത്രി നാടകം അഭിനയിക്കുക, അല്ലേ? വീണ ജോർജ് ഒരു ദിവസം വല്ലാത്ത അട്ടഹാസം, എന്നെ ആക്രമിച്ച് വല്ലാതെ പരിക്കേൽപ്പിച്ചിരിക്കുന്നു. ഞാൻ ആദ്യമായിട്ടാണ് മുദ്രാവാക്യം വിളിച്ചാൽ മനുഷ്യന് പരിക്ക് പറ്റും എന്നറിയുന്നത്, അല്ലേ? മുദ്രാവാക്യം വിളിച്ചാൽ നമ്മൾ ചെന്നിട്ട് കായികമായിട്ട് എന്തെങ്കിലും ചെയ്താൽ, തച്ചാൽ, അല്ലെങ്കിൽ എറിഞ്ഞാൽ, അല്ലെങ്കിൽ ഒന്ന് കുത്തിയാൽ, ശാരീരികമായിട്ട് എന്തെങ്കിലും ചെയ്താൽ പരിക്ക് പറ്റും എന്ന കാര്യത്തിൽ നമുക്കൊക്കെ അറിയാം. പക്ഷേ മുദ്രാവാക്യം വിളിച്ചാൽ പരിക്ക് പറ്റും എന്ന് കേരളത്തിൽ ആദ്യമായി തെളിയിച്ച നേതാവിന്റെ പേരാണ് ശ്രീമതി വീണ ജോർജ് എന്ന് കേരളത്തിലെ പൊതുസമൂഹം തിരിച്ചറിഞ്ഞ ദിവസമാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞു പോയത്, അല്ലേ? നോക്കൂ നിങ്ങൾ മുദ്രാവാക്യം വിളിച്ചതിന്റെ പേരിൽ ഒരാൾക്ക് പരിക്ക് പറ്റുകയാണ്. എന്നിട്ട് ദിവസങ്ങളായി അതിന്റെ പേരിൽ അഭിനയം. കേരളത്തിലെ ജനങ്ങൾ എല്ലാവരും പറഞ്ഞു. എന്താ പറഞ്ഞത്? അത് കൃത്യമാണ്, വിഷ്വലുണ്ട്. പണ്ടത്തെ പോലെയല്ല. പണ്ട് സഖാക്കൾ നുണ പറഞ്ഞ് ഗീബൽസിയൻ സിദ്ധാന്തങ്ങൾ പറഞ്ഞ് വോട്ട് പിടിച്ച കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഇതൊക്കെ യഥാർത്ഥ വിഷ്വൽ ഇങ്ങനെ ആളുകൾക്കിടയിലേക്ക് വരികയാണ്. ആ വിഷ്വൽ കണ്ട എല്ലാവരും പറഞ്ഞു, എന്ത്? ഈ രണ്ട് കുട്ടികൾ ഒരു കാരണവശാലും മന്ത്രിയുടെ അടുത്ത് പോലും എത്തിയിട്ടില്ല. പിന്നെ ആകെ കൂടി ഉണ്ടായിരുന്നത് അതിന് തൊട്ടപ്പുറത്തൊരു പോലീസുകാരത്തിയാണ്. ആ പോലീസുകാരത്തിന് എന്തെങ്കിലും ദേശത്തിന് കഴുത്ത് പിടിച്ച് പൊക്കിക്കണമെന്ന് നമുക്കാർക്കും അറിയില്ല. പക്ഷെ അങ്ങനെ ശരിക്കും കണ്ടിട്ടില്ല. നാടകം അഭിനയിക്കുന്നു കേരളത്തിന്റെ ആരോഗ്യമന്ത്രി. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ ഇന്ന് പല ആശുപത്രികളിലും, ഞങ്ങൾ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർക്കറിയാം, ഞങ്ങൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ HMC അംഗങ്ങളാണ്. കഴിഞ്ഞ HMC യോഗത്തിന് ചെല്ലുമ്പോൾ നിലമ്പൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ സെക്രട്ടറി എന്നെ വിളിച്ചിട്ട് പറയാണ്, ഞങ്ങളെ ഒരു ബില്ലുണ്ട്, ഞാൻ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ കൂടിയാണ്, ഞങ്ങളൊരു ബില്ലുണ്ട് ഒന്ന് പാസ്സായി കിട്ടാൻ. അപ്പൊ ഞാൻ ചോദിച്ചു, എന്ത് ബില്ലാണ്? ജില്ലാ ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് എന്ത് ബില്ലാണ് പാസ്സായി കിട്ടാനുള്ളത്? അപ്പൊ അവർ പറഞ്ഞു, മരുന്ന് കൊടുത്തതാണ്. മരുന്നിന് വേണ്ടി നിലമ്പൂരിലെ സർവീസ് സഹകരണ ബാങ്കുമായി കോൺട്രാക്ട് ചെയ്ത് ആ കോൺട്രാക്ട് പ്രകാരം തൽക്കാലം പൈസ കൊടുക്കുന്നത് നിലമ്പൂർ സഹകരണ ബാങ്കാണ്. ആ നിലമ്പൂർ സഹകരണ ബാങ്കിന് 1.25 കോടി രൂപയാണ് ജില്ലാ ആശുപത്രിയിലെ മരുന്ന് വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊടുക്കാനുള്ളത്. നിങ്ങൾക്കറിയോ, നമ്മുടെ PHCകൾ, നമ്മുടെ CHCകൾ മരുന്ന് കിട്ടാനില്ല, മര്യാദക്ക് യന്ത്രസാമഗ്രികളില്ല, അല്ലേ? തിരുവനന്തപുരത്ത് ഒരു ഡോക്ടർ ആരോഗ്യ മേഖലയിലെ ഉപകരണങ്ങൾ കിട്ടാതെ പ്രയാസപ്പെടുന്നതിന്റെ കാരണം പറഞ്ഞ് വല്ലാതെ വികാരാധീനനായപ്പോ എന്താ ചെയ്യുന്നറിയോ? നമ്മളൊക്കെ ചെയ്യുക എന്താന്ന് വെച്ചാല് അതിന് പരിഹാരം കാണാനാ ശ്രമിക്കുക. താലൂക്ക് ആശുപത്രിയിൽ ഓപ്പറേഷൻ ചെയ്യാൻ കത്രികയില്ല. അപ്പൊ എന്ത് ചെയ്യും? കത്രിക വാങ്ങിക്കൊടുക്കും. താലൂക്ക് ആശുപത്രിയിൽ മാസ്ക് ഇല്ല, നമ്മൾ മാസ്ക് വാങ്ങിക്കൊടുക്കും. പക്ഷേ അവിടെ തിരുവനന്തപുരത്തെ സർക്കാർ ആശുപത്രിയിൽ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി വരുന്ന രോഗികൾക്ക് അവരെ സഹായിക്കാൻ വേണ്ട ഉപകരണങ്ങളില്ല എന്ന് ഒരു ഡോക്ടർ പറഞ്ഞപ്പോ ആ ഡോക്ടർക്കെതിരെ നടപടിയെടുക്കാനാണ് കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മുന്നോട്ട് വന്നത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്, അല്ലേ? ഡോക്ടർ ഹാരിസ് ചിറക്കൽ നല്ല മനുഷ്യനായിരുന്നു. സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായി ഉണ്ടാവേണ്ട ഉപകരണങ്ങൾ പലതും ഇല്ലാതെ വരുമ്പോ സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് സാമഗ്രികൾ വാങ്ങിക്കൊണ്ട് ഓപ്പറേഷൻ നടത്തിക്കൊടുത്തിരുന്ന ഡോക്ടറാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ. ആ മനുഷ്യൻ അത് പറഞ്ഞതിന്റെ പേരിൽ അയാൾക്കെതിരെ നടപടി സ്വീകരിച്ചു. ആരെന്നറിയോ? ശ്രീ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന കേരളത്തിന്റെ ഇടത് ജനാധിപത്യ മുന്നണി ശ്രീമതി വീണ ജോർജ് കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയായിരിക്കുന്ന സമയത്താണ് ചെയ്തത്. ആൾക്കാരെ വയറ്റുന്ന ഇടക്കിടക്ക് കത്രിക കിട്ടുക,
നിങ്ങൾ ആലോചിച്ച് നോക്കി. ആൾക്കാരെ വയറ്റ് നടക്കലൊക്കെ കത്രിക കിട്ടുക. പണ്ടൊക്കെ ആളുകളെ വയറ്റിൽ നമ്മൾ ഓപ്പറേഷൻ ചെയ്താൽ എന്തെങ്കിലും മുഴേ അല്ലെങ്കിൽ അങ്ങനത്തെ സംഗതിയൊക്കെ ഉണ്ടാവാറുള്ളത്. ഇന്ന് ആളുകൾക്ക് ആശുപത്രിയിൽ പോയി സ്കാൻ ചെയ്യാൻ പേടിയാണ്. ഇതിന്റെ മുമ്പ് എന്തെങ്കിലും ആശുപത്രിയിൽ പോയിട്ടുണ്ടെങ്കിൽ അന്നത്തെ കത്രിക എങ്ങാനും വയറ്റിൽ മറന്നു വെച്ചിട്ടുണ്ടാവുമോ എന്ന്. എന്നിട്ട് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഒരാൾ പറയാണ്, നിങ്ങൾ ആലോചിച്ച് നോക്കി, എവിടേക്കാണ് നമ്മുടെ നാട് പോകുന്നത്? ഒരു കത്രികല്ലേ, അതിപ്പോ ഒരു 10-20 കൊല്ലൊക്കെ വയറ്റിൽ നിന്നാലും ഒരു കുഴപ്പമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, അതിന് നടപടിയില്ല. ഉത്തരവാദപ്പെട്ട ഒരു ഡോക്ടർ പറയാണ്, ഒരു കത്രിക വയറ്റിൽ 20 വർഷം ഇരുന്നാലും പ്രശ്നമില്ല. എപ്പോഴാ പറയുന്നറിയോ? വയറുവേദന വന്ന് വയറ് കീറി നോക്കുമ്പോൾ മുൻപ് ഓപ്പറേഷൻ ചെയ്തതിന്റെ ആ കത്രിക വയറ്റിൽ നിന്ന് കിട്ടിയ ഒരു മനുഷ്യനെയും കേരളത്തെയും നോക്കിക്കൊണ്ട് കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയുടെ സംരക്ഷണയിൽ കഴിയുന്ന ഒരു ഡോക്ടർ പറയാണ്, 20 കൊല്ലം അത് വയറ്റിൽ കിടന്നാലും പ്രശ്നമില്ല. ഇവരാണ് കേരളം ഭരിക്കുന്നത്. നിങ്ങൾക്കറിയോ, കേരളത്തിനൊരു ഭരണ സംവിധാനം ഉണ്ടായിരുന്നു. ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭരണ സംവിധാനം. ശ്രീ PK കുഞ്ഞാലിക്കുട്ടി, ശ്രീ KM മാണി, ഐക്യജനാധിപത്യ മുന്നണിയുടെ അധികായരായ നേതാക്കൾ നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരണ സംവിധാനം ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴും ആലോചിക്കുകയാണ്, അല്ലേ, തിരുവനന്തപുരത്ത് നിന്ന് നമ്മുടെ ഈ നാട്ടുംപുറത്തേക്കല്ലേ ഒരു സർക്കാർ ഇറങ്ങി വന്നത്? അത് ഇനിയും വരും, ഒരു സംശയം വേണ്ട. ഒരു സർക്കാർ ഇങ്ങോട്ടേക്ക് വരികയായിരുന്നു. ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ നമുക്ക് ഓർമ്മയില്ലേ, വണ്ടൂരിലെ സ്കൂൾ ഗ്രൗണ്ടിൽ ശ്രീ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാവുണ്ടല്ലോ, ആ മനുഷ്യൻ ഇളനീർ വെള്ളവും പച്ചവെള്ളവും കുടിച്ചുകൊണ്ട് ഒരേ നിൽപ്പിൽ ആളുകളുടെ പരാതി കേട്ടത് 19 മണിക്കൂറാണ്. 19 മണിക്കൂർ ഒരു മനുഷ്യൻ ആളുകളുടെ പ്രയാസങ്ങൾക്കൊപ്പം നിൽക്കുകയാണ്. ഞാൻ ഇപ്പോഴും വല്ലാതെ വൈകാരികമായി ഓർക്കുന്നൊരു രംഗമുണ്ട്. ഞാനന്ന് യൂത്ത് ലീഗിന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റാണ്. പ്രിയപ്പെട്ട ഷൈജലും ഞാനും ഞങ്ങൾ അതിന്റെ സംഘാടകർ എന്നുള്ള നിലക്ക് അവിടേക്ക് ചെല്ലുമ്പോൾ ആ സദസ്സിലുണ്ട് എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു സഹോദരിയുണ്ട്. അവരെന്നെ വിളിച്ചിട്ട്, കുറെ ആളുകളുണ്ട്, നിങ്ങൾക്കറിയാലോ, ആയിരക്കണക്കിന് വരുന്ന ആളുകളുണ്ട്. അതിനിടയിൽ നിന്നൊരു കടലാസ് നീട്ടിയിട്ട് എന്നോട് പറഞ്ഞു, പിന്നെ ഇത് മുഖ്യമന്ത്രിക്ക് കൊടുക്കാനുള്ളതാണ്, വല്ലാത്ത തിരക്കാണ്, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന്. അഭിവന്ദനായ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാവ്, നമ്മുടെയൊക്കെ പ്രിയങ്കരനായിരിക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ, മതേതര ഭാരതം പ്രതീക്ഷയോടെയും അതിലേറെ സ്നേഹത്തോടെയും നോക്കിക്കാണുന്ന നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട നേതാവ് അഭിവന്ദനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നമ്മുടെ ഈ വേദിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങളും ഐക്യജനാധിപത്യ മുന്നണി നേതാക്കളുമൊക്കെ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ പ്രാധാന്യം പറയും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ശ്രീ AP അനിൽകുമാർ അവർകളെ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമങ്ങൾക്ക് നമുക്ക് നാളെ പഞ്ചായത്ത് കൺവെൻഷൻ തുടങ്ങുകയാണ്. അതിന് തൊട്ടടുത്ത ദിവസം നിയോജക ബൂത്ത് കൺവെൻഷനുകൾ തുടങ്ങുകയാണ്. പ്രിയപ്പെട്ട ശ്രീ AP അനിൽകുമാറിന്റെ ഭൂരിപക്ഷം 10 മടങ്ങ് വർദ്ധിപ്പിച്ചിട്ട് ഇനി നമുക്ക് വിശ്രമമുള്ളൂ എന്നുള്ള പ്രഖ്യാപനം ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് പോവുകയാണ്. ജയ് UDF. പ്രിയമുള്ളവരെ, നമ്മൾ പ്രതീക്ഷയോടുകൂടി കാത്തുകൊണ്ടിരുന്ന പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. കൂടാതെ നമ്മുടെ MP PV അബ്ദുൽ വഹാബ് സാഹിബും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഉദ്ഘാടന പ്രസംഗത്തിന് മുമ്പായി നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടി PV അബ്ദുൽ വഹാബ് സാഹിബിനെ ക്ഷണിച്ചു. പരമകാരുണികനും കരുണാനിധിയുമായ ദൈവത്തിൻ്റെ നാമത്തിൽ, പ്രിയങ്കരനായ അധ്യക്ഷൻ ഖാലിദ് മാസ്റ്റർ, നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെയൊക്കെ നേതാവ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, നമ്മുടെ പ്രഗത്ഭനായ മന്ത്രിയായിട്ടും MLA ആയിട്ടുമൊക്കെ ഈ രംഗത്ത് വളരെയധികം എല്ലാവരാലും കയ്യടി വാങ്ങിയ അനിൽകുമാർ MLA, വേദിയിലെ എൻ്റെ സഹപ്രവർത്തകർ, സുഹൃത്തുക്കൾ, സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൾ. വളരെ തിരക്ക് പിടിച്ച തങ്ങളുടെ ദിവസത്തെ രാവിലെ അജയ് മോഹൻ്റെ പരിപാടിയുമായി കുന്നംകുളവും അതിന് ശേഷമുള്ള 1-2 പരിപാടിയും പങ്കെടുത്തതിന് ശേഷമാണ് താങ്കൾ വണ്ടൂരിലേക്ക് വരുന്നതിന്. ആദ്യം ഇവിടെ വരണം എന്ന ആഗ്രഹം, നിലമ്പൂരിൽ നിന്ന് ഇവിടെ വന്ന് വീണ്ടും നിലമ്പൂർ പരിപാടി ആദ്യം തുടങ്ങിയതിനാലാണ്
തങ്ങൾ വീണ്ടും നിലമ്പൂരിലേക്ക് ആദ്യം തുടങ്ങിയ പരിപാടിയിൽ പോയി എത്താൻ നിങ്ങൾക്കറിയാവുന്ന ഞായറാഴ്ചയാണ്. കനോലി പ്ലോട്ടുമൊക്കെ കഴിഞ്ഞു വേണം വരാൻ. ഇതിനൊക്കെ ഒരു പരിഹാരമുണ്ടാക്കാൻ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലമ്പൂരും ഇടവണ്ണയും വണ്ടൂരും ഒക്കെ വലിയ നഗരങ്ങളായി മാറുന്ന കച്ചവട സ്ഥാപനങ്ങൾ നിറയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ നമുക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങളില്ല. ടൈം വെച്ചിട്ട് എവിടെ പോകാനും പറ്റാത്ത ചുറ്റുപാടുള്ള സമയത്ത് തങ്ങൾക്ക് ഇനിയും 2-3 പരിപാടികളിൽ പെരിന്തൽമണ്ണ പോകണം. അതുകൊണ്ട് ധാരാളം പരിപാടികൾ ഞാൻ കൂടെ സംസാരിക്കുന്നില്ല. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ എല്ലാവരും കാത്തിരുന്ന നിമിഷം അടുത്തടുത്ത് വരികയാണ്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഇടതുമുന്നണിയുടെ ദുർഭരണം മൂലം കഷ്ടപ്പെട്ട ജനങ്ങൾക്ക്, അല്ലെങ്കിൽ ആൻറ്റി ഇൻക്യുബൻസി, ഈ ഗവൺമെൻറ്റിനോട് ഏറ്റവും വെറുപ്പ് പിടിച്ച ആൾക്കാർ കഴിഞ്ഞ എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളും കാണിച്ചിട്ടുണ്ട്. അവസാനമായി അവസരം നമുക്ക് കൈവന്നിരിക്കുകയാണ്. വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി AP അനിൽകുമാർ MLA, ഇനി നമുക്കറിയാം MLA പോയാൽ എന്താകുക അനിൽ എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന സംഗതിയും കൂടി ആയതുകൊണ്ട് എല്ലാവിധ മംഗളങ്ങളിൽ അദ്ദേഹത്തിന് കൈപ്പത്തി അടയത്തിൽ വോട്ട് ചെയ്തുകൊണ്ട് നമ്മളൊക്കെ അദ്ദേഹത്തെ നമ്മുടെ ക്യാബിനറ്റിൽ വലിയ റാങ്കുള്ള മന്ത്രിയായി വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, അസ്സലാമു അലൈക്കും. കണ്ണൂർ നിയോജക മണ്ഡലം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഈ മഹത്തായ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പ്രിയങ്കരനായ പ്രിയപ്പെട്ട പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ അവരുകളെ ആദരവോടുകൂടി ക്ഷണിച്ചുകൊള്ളും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പ്രിയപ്പെട്ട അധ്യക്ഷൻ ഹാജിദ് മാസ്റ്റർ, KC കുഞ്ഞഹമ്മദ് അവർ, പ്രിയപ്പെട്ട PV അബ്ദുൽ വഹാബ് സാഹിബ് MP അവർ, നമ്മുടെ സ്ഥാനാർത്ഥിയും MLA-യുമായ AP അനിൽകുമാർ അവരുകളെ, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സമുന്നതരായ നേതാക്കളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ, സുഹൃത്തുക്കളെ, അനിൽകുമാർ അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം അതാണ് ഇപ്പോൾ ഇവിടെ നിർവഹിക്കപ്പെടുവാൻ പോകുന്നത്. നമ്മുടെ തുടക്കം തന്നെ നമ്മുടെ വിജയത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രതീക്ഷയായിട്ട് ഈ കൺവെൻഷൻ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. പുറത്ത് ഞങ്ങൾ കാറ് ഇറങ്ങി വരുമ്പോൾ തന്നെ ഇതിൻ്റെ ഇരട്ടി ജനങ്ങൾ പുറത്ത് അവിടെ ഉണ്ട്. അപ്പം അത്രയും ആളുകൾ കേരളത്തെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി നോമ്പ് നോറ്റ് കഴിയുന്നവരാണ്. ഇവിടെ വണ്ടൂരിൽ മാത്രമല്ല, 140 നിയോജക മണ്ഡലങ്ങളിലും മനസ്സുകൊണ്ട് എല്ലാവരും പങ്കുവെക്കുന്ന വികാരങ്ങൾ സമാനമാണ്. കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിന് നിരന്തരമായി പിറകോട്ട് വലിച്ചുകൊണ്ടിരുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഭരണത്തെ തിരുത്താൻ വേണ്ടി നമ്മളെല്ലാവരും ശ്രമിച്ചു. കോടതികൾ പോലും പലപ്പോഴും സർക്കാരിനെ തിരുത്തുന്നതിന് വേണ്ടിയുള്ള വിധി പ്രസ്താവങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. പത്രങ്ങളും മാധ്യമങ്ങളും ബുദ്ധിജീവികളും രാഷ്ട്രീയ നിരീക്ഷകന്മാരും പ്രമുഖ സാഹിത്യകാരൻ ശ്രീ സച്ചിദാനന്ദനൊക്കെ പോലെയുള്ള ഇടതുപക്ഷ സഹയാത്രികരായിട്ടുള്ള സാഹിത്യകാരന്മാരൊക്കെ തന്നെ ഗവൺമെൻറ്റിൻ്റെ തെറ്റിനെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായിട്ടുണ്ട്. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം പ്രമുഖമായിട്ടുള്ള 2-3 ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നല്ലോ. ഏറ്റവും ഒടുവിലായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. അതിനു മുമ്പ് തൃക്കാക്കരയിൽ നടന്നു, പാലക്കാട് നടന്നു. അവിടെയൊക്കെ ജനങ്ങളുടെ വിധിയെഴുത്ത് സർക്കാരിന് എതിരായിരുന്നു. പക്ഷെ എന്നിട്ടും തിരുത്താൻ തയ്യാറാകാതെ ഒരു വെല്ലുവിളി പോലെ ജനങ്ങൾക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ടിരുന്ന ഒരു സർക്കാർ അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള പതനത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി വരാനിരിക്കുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നാളുകളാണ്. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭരണം കേരളത്തെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നു.
അതിന് ഔദ്യോഗികമായി നമ്മളൊരു സ്ഥിരീകരണം കൊടുക്കേണ്ടതുണ്ട്. അതാണ് ഏപ്രിൽ 9 നമുക്ക് കൈവന്നിട്ടുള്ള ഒരു സൗഭാഗ്യം. ഈ ഇലക്ഷൻ കഴിഞ്ഞ ആഴ്ച പ്രഖ്യാപിച്ചപ്പോൾ നമ്മൾ വിചാരിച്ചു ഏപ്രിൽ 9 വളരെ അടുത്തെത്തിയല്ലോ, എങ്ങനെ ഇതൊക്കെ നടത്തുമെന്ന്. പക്ഷേ ജനങ്ങളുടെ മനസ്സിൽ അപ്പോഴും വലിയ ആശ്വാസമായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അന്ന് മുതൽ പിന്നെ 9 തീയതി ഏപ്രിൽ 9 വരെ 25 ദിവസമേ ഉള്ളൂ. അപ്പോൾ 25 ദിവസം കഴിഞ്ഞാലെങ്കിലും നമുക്ക് കേരളത്തെ രക്ഷപ്പെടുത്താമല്ലോ എന്നാണ് ഓരോ കേരളീയനും ആശ്വാസം കൊണ്ടത്. നമ്മളെല്ലാവരും സ്വപ്നം കണ്ടതുപോലെ തന്നെ. അപ്പം അതിനുവേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി അനിൽകുമാറിനെ കുറിച്ച് ഞാനിവിടെ പറയേണ്ടതില്ലല്ലോ. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കരുത്തനായ നേതാവാണ്. ജനാധിപത്യ മതേതര മൂല്യങ്ങൾ ജീവിതത്തിലും പ്രവർത്തനങ്ങളിലും നമുക്ക് കാണിച്ചു തരുന്ന ഒരു നേതാവ് കൂടിയാണ് ശ്രീ അനിൽകുമാർ എന്ന് നമുക്കറിയാം. അദ്ദേഹത്തോടൊപ്പം വളരെ അടുത്ത് ഇടപഴകി പ്രവർത്തിക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. വയനാട് ശ്രീ രാഹുൽ ഗാന്ധിയുടെ ആ തെരഞ്ഞെടുപ്പ് ആ കാലം മുതൽ ഞങ്ങൾ ഒരുമിച്ചാണ്. രാഹുലും പ്രിയപ്പെട്ട ശ്രീമതി പ്രിയങ്ക ഗാന്ധിയും അവരുടെയൊക്കെ ആ തെരഞ്ഞെടുപ്പുകളിൽ അവരോട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ അനിലുമായി നമുക്ക് അടുത്ത് ഇടപഴകുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴൊക്കെ തന്നെ അനിലിൻ്റെ ആ വ്യക്തിത്വത്തെ പ്രത്യേകമായി നിരീക്ഷിക്കുവാനും മനസ്സിലാക്കുവാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ കുടുംബവുമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധമാണ്. ഞങ്ങൾ മലപ്പുറത്തുകാരനാണല്ലോ. വളരെ അടുത്ത ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് ശിഹാബ് തങ്ങളുമായിട്ടൊക്കെ. ഒരു വാത്സല്യപൂർണ്ണമായിട്ടുള്ള ബന്ധമായിരുന്നു ശിഹാബ് തങ്ങൾക്കൊക്കെ അനിലിനെ പോലെയുള്ള ആ ചെറുപ്പക്കാരോടൊക്കെ ഉണ്ടായിരുന്നത് എന്ന് നമുക്കൊക്കെ അറിയാമല്ലോ. അപ്പോൾ അദ്ദേഹത്തെ പോലെയുള്ളത് കേരളത്തിനെ മന്ത്രിയായിട്ട് നല്ല ഭരണം നമുക്ക് കാഴ്ചവെച്ച് തന്നിട്ടുള്ള നേതാവ് കൂടിയാണ്. അപ്പോൾ രാഷ്ട്രീയ ഭാവിയുള്ള അനിൽകുമാറിനെ തന്നെ വണ്ടൂർ നിയോജക മണ്ഡലത്തിന് ഒരിക്കൽ കൂടി ലഭിച്ചതിലും നമുക്കേറെ സന്തോഷമുണ്ട്. കഴിഞ്ഞ തവണ കൊടുത്തതിലും കൂടുതൽ ഭൂരിപക്ഷം തവണ അനിലിന് നിങ്ങൾ കൊടുക്കണം. ആ ഭൂരിപക്ഷം അനിലിന് മാത്രമല്ല, ഐക്യ ജനാധിപത്യ മുന്നണിക്കുള്ള ഭൂരിപക്ഷമായി കേരളത്തെ രക്ഷപ്പെടുത്താൻ. ഇപ്പോൾ ചിലർ ചോദിക്കുന്നുണ്ടല്ലോ മറ്റാരുണ്ട് എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻ മാർക്കിന് ശേഷം നമുക്കുത്തരമുണ്ട്. അത് UDF ആണ്. അല്ലാതെ അവർ പ്രതീക്ഷിക്കുന്ന ഉത്തരമല്ല. കേരളം പ്രതീക്ഷിക്കുന്ന ഉത്തരം, കേരളത്തിനുള്ള പരിഹാരം അത് UDF ആണ് എന്നുള്ള ഉത്തരമാണ്. അപ്പോൾ ആ ഉത്തരത്തിന് വേണ്ടി നിങ്ങളുടെ വിലയേറിയ 100% മാർക്ക് നിങ്ങൾ UDFന് നൽകണം. അപ്പം അതിന് അനിലിൻ്റെ ഭൂരിപക്ഷം ഇരട്ടിയാക്കണം എന്നുകൂടി ഇവിടെ അഭ്യർത്ഥിച്ചുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ ചിഹ്നം അറിയാമല്ലോ, കൈപ്പത്തി ചിഹ്നമാണ്. ജനാധിപത്യ മുന്നണിയുടെ ചിഹ്നമാണ്. അത് കോൺഗ്രസിൻ്റെ ചിഹ്നമാണ്. അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെയും ചിഹ്നമാണ് എന്നുകൂടി നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം സർവേശ്വരൻ്റെ നാമത്തിൽ നിർവഹിക്കുന്നു. ജയ് ഹിന്ദ്. നമ്മൾ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഷാഫി പറമ്പിൽ 10 മിനിറ്റിനുള്ളിലൂടെ എത്തിച്ചേരും. അതിന് മുമ്പായി നമ്മുടെ MLAയും നമ്മുടെ സ്ഥാനാർത്ഥിയും കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഉന്നതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീ AP അനിൽകുമാർ 2 വാക്ക് നിങ്ങളോട് സംസാരിക്കുന്നു. അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. അധ്യക്ഷൻ ഏറെ പ്രിയങ്കരനായ ഖാലിദ് മാസ്റ്റർ, നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി തിരക്കുകൾക്കിടയിൽ ഇന്ന് ഞാൻ അദ്ദേഹത്തെ കാണുവാൻ പാണക്കാട് ചെന്നപ്പോൾ ഒട്ടനവധി പരിപാടികളാണ് ഇന്നത്തെ ദിവസമുള്ളത്. ഞായറാഴ്ചയായിട്ടും അദ്ദേഹം തൃശ്ശൂർ ജില്ലയിലാണ് രാവിലെ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. തൃശ്ശൂർ ജില്ലയിലെ പ്രോഗ്രാം കഴിഞ്ഞ് നിലമ്പൂരിലും വണ്ടൂരിലുമൊക്കെ പങ്കെടുക്കുവാൻ ആദരണീയനായ സാദിഖ് അലി ശിഹാബ് തങ്ങൾ എത്തിച്ചേർന്നു എന്നുള്ളത്
ഏറ്റവും അഭിമാനവും സന്തോഷവും നൽകുന്ന കാര്യമാണ്. ഞാൻ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ആര് ഉദ്ഘാടനം ചെയ്യണം എന്നുള്ളത് എനിക്ക് മറ്റൊന്നും ചിന്തിക്കാനുണ്ടായിരുന്നില്ല. അത് അദ്ദേഹത്തിന് സൗകര്യപ്പെടുമെങ്കിൽ അത് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെ ആവണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയും അദ്ദേഹത്തെ വീട്ടിൽ ചെന്ന് കാണുകയും ക്ഷണിക്കുകയും ചെയ്തപ്പോൾ എന്തായാലും തിരക്കുണ്ടെങ്കിലും ഞാൻ വരും എന്നോട് പറയുകയും അദ്ദേഹം വരികയും ചെയ്തു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ തുടക്കത്തിൽ നൽകുന്ന ഏറ്റവും വലിയ ഊർജമാണ്, പ്രചോദനമാണ് എന്ന് ഞാൻ ആമുഖമായി പറയട്ടെ. കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. നമ്മുടെ ശ്രീ ഷാഫി പറമ്പിൽ 10 മിനിറ്റിനകം തിരുവാലിയിലെത്തി എന്ന് വിളിച്ചിരുന്നു. 10 മിനിറ്റ് അങ്ങോട്ട് എത്തിച്ചേരും. അതിനിടയിൽ അല്പം ചില കാര്യങ്ങൾ മാത്രം. ബഹുമാന്യനായ അബ്ദുൽ വഹാബ് സാഹിബിൻ്റെ സാന്നിധ്യവും, ഞാൻ ഡൽഹിയിൽ നിന്ന് വന്ന് ബാംഗ്ലൂരിൽ നിന്ന് ഒരുമിച്ചാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും എൻ്റെ കൺവെൻഷനുണ്ട്, വരണം എന്ന് പറഞ്ഞു. അദ്ദേഹം എത്തിച്ചേർന്നു എന്നുള്ളതും ഏറെ സന്തോഷകരമായ കാര്യമാണ്. നമ്മളൊരു വലിയ പോരാട്ടത്തിലാണ്. 10 വർഷക്കാലത്തെ കേരളത്തിലെ ഈ ഗവൺമെൻറ്റിൽ നിന്ന് കേരളത്തിലെ ജനങ്ങളെ മോചിപ്പിക്കാനുള്ള പോരാട്ടമാണ്. ആ പോരാട്ടത്തിന് സംസ്ഥാന തലത്തിൽ നേതൃത്വം കൊടുക്കുന്ന പ്രധാനപ്പെട്ട നേതാവാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. എന്തുകൊണ്ടാണ് നമ്മൾ ഒരു പോരാട്ടത്തിന് മുന്നിട്ടിറങ്ങിയത് എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഇതുപോലെ ഒരു ഭരണകൂടം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ എത്ര ഭയാനകമാകും എന്ന തിരിച്ചറിവ് നമുക്ക് മാത്രമല്ല CPM നേതാക്കൾക്കുമൊക്കെ ഉണ്ടായ ഒരു കാലഘട്ടമാണിത്. ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ കേരളത്തിലുണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതുപോലൊരു തെരഞ്ഞെടുപ്പ് നിങ്ങൾ ഓർത്തു കഴിഞ്ഞാൽ, പുറകോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയില്ല. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് RSSനേക്കാൾ കൂടുതൽ കേഡറായ പാർട്ടി എന്നാണ് പറയുന്നത്. ആ പാർട്ടിയുടെ ഇന്നത്തെ സാഹചര്യം എന്ത് എന്ന് മാത്രം പരിശോധിച്ചാൽ മതി കേരളത്തിലെ ജനങ്ങൾ ഇന്ന് ഈ ഗവൺമെന്റിന് എത്ര എതിരാണ് എന്നുള്ളത്. കേരളത്തിൽ ഇന്ന് UDFന്റെ സ്ഥാനാർത്ഥികളായും പിന്തുണയോടും കൂടി മത്സരിക്കുന്ന നേതാക്കളുടെ എണ്ണം ഇവിടെ സൂചിപ്പിച്ചു, ഇവിടെ ലത്തീഫ് പറഞ്ഞു. അമ്പലപ്പുഴയായാലും തളിപ്പറമ്പായാലും പയ്യന്നൂരായാലും മലമ്പുഴയായാലും ഒറ്റപ്പാലമായാലും അങ്ങനെ ഒട്ടനവധി നേതാക്കൾ ഇന്നലകളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കെട്ടിപ്പടുത്തവർ, അതിനുവേണ്ടി ത്യാഗം സഹിച്ചവർ, രക്തസാക്ഷികളായ കുടുംബത്തിലുള്ളവർ പോലും ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് വിട പറയുന്ന കാലഘട്ടമാണ്. ഇല പൊഴിയും കാലം എന്ന് പറയാറുണ്ട്. അതിന് സമാനമാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് അനുഭവിക്കുന്നത്. അത്രമാത്രം നേതാക്കൾ കൊഴിഞ്ഞു പോകുന്നു. എന്തുകൊണ്ടാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾക്ക് പോലും ഈ ഭരണം ഉൾക്കൊള്ളാൻ കഴിയാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ UDFനെ സംബന്ധിച്ചിടത്തോളം, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പറഞ്ഞു പല സീറ്റുകളും കിട്ടില്ല, പല കോർപ്പറേഷനും കിട്ടില്ല, UDFന് ഏറി വന്നാൽ ഒരു കോർപ്പറേഷൻ കിട്ടിയാലായി എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമുക്ക് 4 കോർപ്പറേഷൻ നമ്മൾ വിജയിച്ചു, മുനിസിപ്പാലിറ്റികളിൽ മഹാഭൂരിപക്ഷം വിജയിച്ചു, പഞ്ചായത്തുകളിൽ മഹാഭൂരിപക്ഷം വിജയിച്ചു. ആ വിജയത്തിനൊക്കെ ഏറ്റവും പ്രധാനമായുള്ളത് UDFനോടൊപ്പം CPMകാരും നമുക്ക് വോട്ട് ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടിവരയിട്ട് പറയുന്നു, ഈ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് UDFനെ സംബന്ധിച്ചിടത്തോളം മഹാഭൂരിപക്ഷം വരുന്ന LDFകാരും UDFന് വോട്ട് ചെയ്യുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോൾ നമുക്കത് ബോധ്യമാകും. നമ്മൾ ഉദ്ദേശിക്കാത്ത സീറ്റുകൾ നമുക്ക് വിജയിച്ച് കയറുന്ന സാഹചര്യം ഉണ്ടാകും. CPMന്റെ കോട്ടകൾ എന്ന് പറയുന്നിടത്ത് നമുക്ക് വിജയിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകും. പക്ഷെ അതൊക്കെയാണെങ്കിൽ പോലും നമ്മൾ ശക്തമായി തന്നെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം. ഒറ്റ കാരണം മറ്റൊന്നുമല്ല, ദേശീയ തലത്തിൽ BJPയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ കോൺഗ്രസ് നയിക്കുന്ന UDF കേരളത്തിൽ അധികാരത്തിൽ വരരുത് എന്ന് പിണറായി വിജയനെ പോലെ ആഗ്രഹിക്കുന്ന നേതാവാണ് നരേന്ദ്രമോദി എന്നുള്ള കാര്യത്തിൽ
യാതൊരു സംശയവുമില്ല. BJPക്ക് ഇവിടെ എത്ര സീറ്റ് കിട്ടും എന്നുള്ളത് അവർക്കറിയാവുന്ന കാര്യമാണ്. അവരെല്ലാം മത്സരിക്കുന്ന പോലെ മത്സരിക്കുന്നു. പക്ഷെ അവർ വിചാരിച്ചാൽ ചിലതൊക്കെ നടക്കുമെന്ന് അവരിപ്പോൾ തിരിച്ചറിയുന്നു. കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരാതിരുന്നാൽ അത് ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും നരേന്ദ്രമോദിക്കെതിരെ അതിശക്തമായ പോരാട്ടം പാർലമെന്റിലും പുറത്തും നടത്തുന്ന രാഹുൽ ഗാന്ധിയെ ദുർബലപ്പെടുത്താൻ കഴിയുന്ന ഏറ്റവും വലിയ അവസരമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ BJP കാണുന്നത്. CPMന് വിജയിക്കാൻ കഴിയുന്നിടത്ത് BJP പിന്തുണ നൽകിക്കൊണ്ട് വിജയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പോലും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായാൽ നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. ആ രീതിയിൽ ഇന്ന് നരേന്ദ്രമോദിയും പിണറായി വിജയനും ഒരുപോലെ കോൺഗ്രസിനെയും UDFനെയും ഇല്ലാതാക്കുന്നതിനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ളത് ഗൗരവത്തോടു കൂടി നമ്മൾ നോക്കിക്കാണും. പക്ഷേ നമുക്കുറപ്പാണ്, ഞാൻ സൂചിപ്പിച്ചല്ലോ, ഇടതുപക്ഷ വോട്ടുകൾ പോലും നമുക്ക് അനുകൂലമാവും. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഏത് അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടായാലും അതിനൊക്കെ അതിജീവിക്കാൻ കേരളത്തിലെ UDFന് കഴിയുമെന്ന് ഈ തെരഞ്ഞെടുപ്പ് തെളിയിക്കും. നമ്മെ സംബന്ധിച്ചിടത്തോളം, വണ്ടൂരിനെ സംബന്ധിച്ചിടത്തോളം വണ്ടൂർ UDFന്റെ പൊന്നാപുരം കോട്ടയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവിടെ നമുക്ക് ഏത് സാഹചര്യത്തിലും നമ്മൾ ഒരുമിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ കഴിയും. അത് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിലും ആ ഒരു വിജയം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. കേരളത്തിലെ UDFന്റെ മുന്നേറ്റത്തിൽ മുൻപന്തിയിൽ വണ്ടൂരുണ്ട് എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കും, നടപ്പാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ മറ്റ് കൂടുതൽ കാര്യങ്ങളൊക്കെ സംസാരിക്കണം എന്നാഗ്രഹിച്ചതാണ്. കാരണം പക്ഷേ ഇന്ന് സമയ പരിമിതി കൊണ്ട് അതിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ ഈ വണ്ടൂരിൽ വന്ന കാലം മുതൽ വണ്ടൂരുമായിട്ടുള്ള എൻ്റെ ആത്മബന്ധം എനിക്ക് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഞാനിന്ന് പൊതുപ്രവർത്തന രംഗത്ത് MLA ആയി, മന്ത്രിയായി, പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലൊക്കെ ഞാൻ ഇരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ നെഞ്ചിൽ കൈവച്ച് ഞാൻ പറയും, അത് ഈ വണ്ടൂർക്കാർ എനിക്ക് നൽകിയ സ്നേഹം കൊണ്ടാണ്, പിന്തുണ കൊണ്ടാണ്, നിങ്ങളുടെ വാത്സല്യമാണ്. ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ഇന്ന് അതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്, നിങ്ങൾ നൽകിയ പിന്തുണയ്ക്കാണ്. യാതൊരു തർക്കവുമില്ല. ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ നൽകിയ പിന്തുണ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഞാൻ ഷാഫി പറമ്പിലിനെ യോഗത്തിന് വിളിച്ചപ്പോൾ എന്നോട് ചോദിച്ചു, ഞാൻ വണ്ടൂരിൽ വരണോ? ഞാൻ പറഞ്ഞു, വണ്ടൂരിൽ വരണോ വേണ്ടേ എന്നുള്ളത് ഷാഫി തീരുമാനിക്കും. എൻ്റെ ആഗ്രഹം ഷാഫി വരണം എന്നുള്ളതാണ്, ഈ കൺവെൻഷനിൽ പങ്കെടുക്കണം എന്നുള്ളതാണ് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ മറ്റൊന്നും പറയാതെ ഒരുപാട് പ്രോഗ്രാം ഇന്ന് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നു. ഞാൻ ഷാഫിയോട് പ്രത്യേകം നന്ദി പറയുവാനും ഈ സന്ദർഭം വിനിയോഗിക്കാം. ഇനി നമുക്ക് ഇത് കഴിഞ്ഞ് ഇത്തിരി ചെറിയൊരു റോഡ് ഷോ കൂടി സംഘാടകരെ നമ്മൾ UDF കമ്മിറ്റി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും സൂചിപ്പിക്കുന്നില്ല. എനിക്ക് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ നടത്തിയ വികസന പ്രവർത്തനവും കാര്യങ്ങളിലൊക്കെ എനിക്ക് സമ്പൂർണമായ ഒരു സംതൃപ്തിയുണ്ട്. എല്ലാ കാര്യങ്ങളും ചെയ്തു എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷെ കിട്ടിയ അവസരങ്ങളിലൊക്കെ നമ്മുടെ നാടിന് വേണ്ടി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ആത്മാർത്ഥമായി തന്നെ ശ്രമിച്ചിട്ടുണ്ട്. 10 വർഷക്കാലമായി പ്രതിപക്ഷത്താണ് ഇരിക്കുന്നത്. ആ 10 വർഷക്കാലവും എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രതിപക്ഷ MLA എന്നുള്ള നിലയ്ക്ക് എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ വലിയ പ്രചരണങ്ങൾ നടക്കുകയാണ്. ഞാൻ ഇവിടെ നടത്തിയ കാര്യങ്ങളെക്കുറിച്ച് എങ്ങനെ ആരുമായി ചർച്ച ചെയ്യാൻ തയ്യാറാണ്. ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യുന്നത് റെയിൽവേ ഓവർബ്രിഡ്ജുമായി ബന്ധപ്പെട്ട കാര്യം. വാണിയമ്പലത്ത് ഞാനും നിങ്ങളൊക്കെ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. നിങ്ങളെക്കാൾ കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന ആളായിരിക്കും ഞാൻ. കാരണം നിങ്ങളെക്കാൾ കൂടുതൽ ഞാൻ വണ്ടൂരിൽ, വാണിയമ്പലം, വണ്ടൂർ, കാളിയാവ് റോഡിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ്. അതിൻ്റെ പ്രയാസം പൂർണ്ണമായിട്ട് എനിക്കറിയാം. അത് പരിഹരിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഒക്കെ നടക്കുന്ന പ്രചരണ പ്രവർത്തനങ്ങൾ
കാണുമ്പോൾ പ്രയാസം തോന്നാറുണ്ട്. വിമർശിക്കുന്നത് ഏറ്റവും നല്ല രീതിയിൽ ഉൾക്കൊള്ളുന്ന ഒരാളാണ് ഞാൻ. എന്നെ വിമർശിച്ചുകൊണ്ട് ഞാൻ ആരോടും ഒരു വിരോധം കാണിക്കാറില്ല. കാരണം എൻ്റെ ഭാഗത്ത് വീഴ്ചയുണ്ടെങ്കിൽ, തെറ്റുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുവാൻ, അതാര് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാലും അത് തുറന്ന മനസ്സോട് ഉൾക്കൊള്ളാൻ എനിക്കൊരു പ്രയാസവുമില്ല. പക്ഷേ ബോധപൂർവം ചില കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, വളരെ ആസൂത്രിതമായ രാഷ്ട്രീയമായ ലക്ഷ്യം വെച്ചുകൊണ്ട് എന്തൊക്കെയാണ് ഇതിൻ്റെ പുറകിൽ നടന്നത് എന്ന് അറിയാൻ പോലും സന്മനസ് കാണിക്കാതെ നിരന്തരം ആക്ഷേപങ്ങൾ നടത്തുമ്പോൾ, അപ്പം അത്തരം കാര്യങ്ങൾ ചിലത് പറയാതിരിക്കാൻ വയ്യ. ഞാൻ ചുരുക്കി പറയുകയാണ്, ഷാഫി ഇരുത്തിക്കൊണ്ട് കൂടുതൽ സംസാരിക്കുന്നില്ല. നമ്മുടെ വാണിയമ്പലം ലെവൽ ക്രോസ് കഴിഞ്ഞ 10-12 വർഷമായി രാജറാണി വന്നു. അതിനുശേഷം കുറേ ട്രെയിനുകൾ വന്നു. 8, 10, 12 തവണ ഗേറ്റ് അടയ്ക്കാൻ തുടങ്ങി. ആളുകൾ എന്നെ വിളിച്ചു. ആളുകൾ പല രീതിയിലും പത്രപ്രസ്താവനകൾ, പല രീതിയിലും അവർക്ക് കഴിയുന്ന രീതിയിലൊക്കെ പ്രചരണങ്ങൾ നടന്നു. നമുക്ക് എത്രയും പെട്ടെന്ന് റെയിൽവേ ഓവർ ബ്രിഡ്ജ് വേണം എന്ന് പറയുകയുണ്ടായി. നമുക്കറിയാം, റെയിൽവേ ഓവർ ബ്രിഡ്ജ് വരിക എന്ന് പറയുന്നത് ഏറ്റവും പ്രയാസകരമായ ഒരു കാര്യമാണ്. കാരണം ഓരോ റെയിൽവേ ഓവർ ബ്രിഡ്ജും വന്ന് ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ബോധ്യമാകും. വർഷങ്ങളുടെ നീണ്ടു നിന്ന ആവശ്യങ്ങളും ജനങ്ങളുടെ പോരാട്ടം കൊണ്ടൊക്കെയാണ് റെയിൽവേ ഓവർ ബ്രിഡ്ജ് വരാറുള്ളത്. ബഹുമാന്യനായ ഷാഫി പറമ്പിൽ MP പട്ടാമ്പി ഓങ്ങല്ലൂർ സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്താണ്, അല്പം പോയി കഴിഞ്ഞാൽ ഷൊർണൂർ പട്ടാമ്പി റോട്ടിൽ വല്ലപ്പുഴ, വാടാനംകുറിശി, വല്ലപ്പുഴ കഴിഞ്ഞ് വാടാനംകുറിശി എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ സ്റ്റേറ്റ് ഹൈവേ ആണ്. തൃശ്ശൂർ, വടക്കാഞ്ചേരി, ഷൊർണൂർ, പട്ടാമ്പി, പെരിന്തൽമണ്ണ, കോഴിക്കോട്ടേക്കും പെരിന്തൽമണ്ണയിൽ നിന്ന് ഊട്ടിയിലേക്കും പോകുന്ന സ്റ്റേറ്റ് ഹൈവേ ആണ്. ആ സ്റ്റേറ്റ് ഹൈവേയിൽ വാടാനംകുറിശിയിലൂടെയാണ് നമ്മുടെ ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചറും അതുപോലെ ഷൊർണൂർ രാജറാണിയും കടന്നു പോകുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട റോഡ്. റെയിൽവേ ഓവർ ബ്രിഡ്ജ് വരുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യം റെയിൽവേ പരിശോധിക്കുക, എത്രമാത്രം വാഹനങ്ങൾ അതിലൂടെ കടന്നു പോകുന്നുണ്ട്, അവിടെ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സാധ്യതയുണ്ടോ എന്നാണ്. ആ സ്റ്റേറ്റ് ഹൈവേയിൽ റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ പണി ഏതാണ്ട് പൂർത്തീകരണത്തിലെത്തിയിട്ടുള്ളൂ. ഈ 2026 ആകുമ്പോൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള ആവശ്യമാണ്. നമ്മുടെ ഇവിടെ ഈ ആവശ്യം വന്ന ഉടനെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് നീക്കി. ഭാഗ്യത്തിന് ശ്രീ രാഹുൽ ഗാന്ധി നമ്മുടെ MP ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹം പാർലമെന്റിലും അദ്ദേഹം വ്യക്തിപരമായി റെയിൽവേ വകുപ്പ് മന്ത്രിയോടും കാര്യങ്ങൾ സൂചിപ്പിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചുവടുവെപ്പ് എന്ന് പറയുന്നത് കേന്ദ്ര റെയിൽവേ ബജറ്റിൽ 2021-22 20,90,00,000 രൂപ ഈ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് വേണ്ടി കേന്ദ്ര റെയിൽവേ വകുപ്പ് മാറ്റിവെച്ചു. 2021-22 2022 ഇത് വന്ന ഉടനെ ഞാൻ സംസ്ഥാന ഗവൺമെന്റിൽ ഞാൻ എഴുത്തു കൊടുത്തു. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക്, റെയിൽവേയുമായി ബന്ധപ്പെട്ട ഓവർ ബ്രിഡ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഏജൻസിയെ ഏൽപ്പിക്കണം. PWD വകുപ്പാണ് ഏജൻസിയെ ഏൽപ്പിക്കേണ്ടത്. ഞാൻ കത്ത് കൊടുത്തു. ആ കത്ത് എൻ്റെ കൈവശമുണ്ട്. 2022 ഞാൻ കത്ത് കൊടുത്തു. 2023 ഞാൻ ഫെബ്രുവരി 2-ാം തീയതി ഞാൻ നിയമസഭയിൽ പറഞ്ഞു, നമുക്ക് ഞങ്ങളുടെ റെയിൽവേയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ലെവൽ ക്രോസിൻ്റെ പ്രയാസങ്ങളൊക്കെ സൂചിപ്പിച്ചു. അന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പറഞ്ഞു, എത്രയും പെട്ടെന്ന് പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള ഏജൻസിയെ ഏൽപ്പിച്ചിരിക്കുന്നു, എത്രയും പെട്ടെന്ന് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും, റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് 2023 ഫെബ്രുവരി മാസം 2-ാം തീയതി എനിക്ക് മറുപടി തന്നു. കാരണം എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് പിന്നെ പൊതുമരാമത്ത് വകുപ്പാണ്. നമ്മൾ ഇവിടെ മറ്റു കാര്യങ്ങൾ നടത്തി, മണ്ണ് പരിശോധന നടത്തി, ഗതാഗതം ട്രാഫിക്കിൻ്റെ പരിശോധന നടത്തി, അനുബന്ധമായ അലൈൻമെൻ്റ് ഉണ്ടാക്കാൻ പലവട്ടം യോഗങ്ങൾ വിളിച്ചു. ഞാൻ 3 തവണ റെയിൽവേ ഉദ്യോഗസ്ഥന്മാരെ വെച്ച് ഇവിടെ അലൈൻമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചു. 3 അലൈൻമെൻറ്റ് തന്നു. ഒന്ന് വാണിയമ്പലം റോട്ടിലൂടെ തന്നെ റെയിൽവേ ഓവർ ബ്രിഡ്ജ്, രണ്ടാമതൊന്ന് വലത് ഭാഗത്ത് കൂടെ ഒരു അലൈൻമെൻറ്റ്, മറ്റൊന്ന്
നമ്മുടെ റെയിൽവേ സ്റ്റേഷനുള്ള ആ ഭാഗത്തൂടെ ഒരു അലൈൻമെൻറ്റ് തന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും CPM ഉൾപ്പെടെയുള്ള ഒരു യോഗത്തിൽ പങ്കെടുത്ത് തീരുമാനിച്ചു നമ്മൾക്ക് അലൈൻമെൻറ്റ് റെയിൽവേയുടെ ഭാഗത്തുകൂടെ എടുക്കാം. അങ്ങനെ തീരുമാനമെടുത്ത് ആ അലൈൻമെൻറ്റ് അംഗീകരിച്ച് അതുമായി മുന്നോട്ട് പോയി. ഇവിടെ എനിക്ക് എന്നെ വിമർശിക്കുന്നത് ഞാൻ ഏറ്റവും ചുരുക്കി പറയുകയാണ്. CPMൻ്റെ നേതാക്കൾ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ വിഷയമായി ഉയർത്തിയ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് 2021-22 കേന്ദ്ര റെയിൽവേ വകുപ്പ് പാസാക്കിയ ഈ റെയിൽവേ ഓവർബ്രിഡ്ജ് നടപ്പാക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ഗവൺമെൻറ് എന്ത് നടപടിയാണ് എടുത്തത് എന്ന് പറയേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. ഞാനിതുവരെ ഇത് പറഞ്ഞിട്ടില്ല. ഞാനത് രാഷ്ട്രീയമാക്കേണ്ടെന്ന് കരുതിയിട്ടാണ്. 2022 കഴിഞ്ഞ് 2023 കഴിഞ്ഞു, 2024 കഴിഞ്ഞു. ഒരു രീതിയിലും സ്ഥലം ഏറ്റെടുക്കുന്ന നടപടി പോലും ഇന്ന് PWD വകുപ്പ് ചെയ്തില്ല. എനിക്ക് ബോധ്യമായി ഈ ഗവൺമെൻറ് ഒരു ചില്ലിക്കാശ് ഈ റെയിൽവേ ഓവർബ്രിഡ്ജിന് വേണ്ടി സ്ഥലം ഏറ്റെടുക്കാൻ തയ്യാറാകില്ല എന്നെനിക്ക് ബോധ്യമായി. ഞാൻ ആരോടും പറഞ്ഞില്ല. ഞാനത് നമ്മുടെ MP യോട് സൂചിപ്പിച്ചു. ഈ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇത് പ്രാവർത്തികമാകില്ല. അതുകൊണ്ട് ഇത് റെയിൽവേ തന്നെ ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെ റെയിൽവേ നടപ്പാക്കണമെന്ന് ഞാൻ MP യോട് പറഞ്ഞു. MP കേന്ദ്ര റെയിൽവേ മന്ത്രിയോട് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ KRDCL റെയിൽവേയുടെ തന്നെ ഏജൻസി ഇത് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ഏതാണ്ട് 3 വർഷക്കാലം സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കുന്ന കാര്യത്തിൽ CPM ഗവൺമെൻറ് ഗുരുതരമായ വീഴ്ച വരുത്തി. 1 സെന്റ് പോലും ഈ റെയിൽവേ ഓവർബ്രിഡ്ജ് ഉണ്ടാക്കുന്നതിന് ഏറ്റെടുക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കാത്ത CPM ആണ് ഇവിടെ ഒരു കാര്യവും നടക്കുന്നില്ല എന്ന വിമർശനം പറയുന്നത്. യഥാർത്ഥത്തിൽ ഭൂമി ഏറ്റെടുത്ത് റെയിൽവേക്ക് കൊടുത്തിരുന്നു എങ്കിൽ ഇന്ന് നമുക്ക് റെയിൽവേ ഓവർബ്രിഡ്ജിൻ്റെ പണി നമുക്ക് തുടങ്ങാമായിരുന്നു. പക്ഷേ CPM 3 വർഷക്കാലം ഒന്നും ചെയ്തില്ല. പിന്നീട് നമുക്ക് വീണ്ടും റെയിൽവേയുടെ ഒരു ഏജൻസിയെ ഏൽപ്പിക്കേണ്ടി വന്നു. ആ ഏജൻസി വളരെ പെട്ടെന്ന് തന്നെ നടപടികൾ നീക്കി. ഇപ്പോൾ അത് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടി സ്വീകരിക്കണം, ഉടൻ അതുമായി മുന്നോട്ട് പോകണമെന്നുള്ള കത്ത് കൊടുത്തിരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് ഉറപ്പ് പറയുന്നു 2 കാര്യം. ഒന്ന്, റെയിൽവേ ഓവർബ്രിഡ്ജ് എന്ന് പറയുന്നത് റെയിൽവേ തന്നെ ഇന്ന് പൂർണ്ണമായി പണം മുടക്കിക്കൊണ്ട് സ്ഥലവും കെട്ടിടവും ഏറ്റെടുത്തുകൊണ്ട് നടപ്പാക്കാമെന്ന് ഏറ്റിരിക്കുന്നു. അതിൻ്റെ നടപടികളുമായി അവർ മുന്നോട്ട് പോവുകയാണ്. അത് നടപ്പാക്കും. ഇല്ലെങ്കിൽ UDFൻ്റെ ഒരു ഗവൺമെൻറ് വന്നു കഴിഞ്ഞാൽ റെയിൽവേ ഏതെങ്കിലും കാര്യത്തിൽ നിന്ന് അതിൽ നിന്ന് പുറകോട്ട് പോയി കഴിഞ്ഞാൽ യാതൊരു സംശയം വേണ്ട, UDF ഗവൺമെൻറ് ആദ്യ പരിഗണന കൊടുക്കുക നമ്മുടെ റെയിൽവേ ഓവർബ്രിഡ്ജിന് വേണ്ടിയുള്ള സ്ഥലവും കെട്ടിടവും ഏറ്റെടുക്കുന്നതിന് വേണ്ടിയായിരിക്കും. ഞാൻ ഒന്നുകൂടി പറയട്ടെ CPM നേതാക്കളോട്, ഏതെങ്കിലും ഒരു റെയിൽവേ ഓവർബ്രിഡ്ജ് കേന്ദ്ര ഗവൺമെൻറ് പണം അനുവദിച്ച് പിങ്ക് ബുക്കിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞ് അതിനുമായി ബന്ധപ്പെട്ട അനുബന്ധ നടപടികൾ വാണിയമ്പലം റെയിൽവേ ഓവർബ്രിഡ്ജിന്റെ കാര്യത്തിൽ പോലെ കേരളത്തിൽ എവിടെയെങ്കിലും നടന്നിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്തിയാൽ CPM പറഞ്ഞത് ഞാൻ കേൾക്കും. അത്രമാത്രം നമ്മൾ ഇതിൻ്റെ പുറകിൽ കാര്യങ്ങൾ നിന്നുകൊണ്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളല്ല കേന്ദ്രം ഭരിക്കുന്നത്, എന്നിട്ടും നമുക്കിതൊക്കെ ചെയ്യാൻ കഴിയും. നമ്മളല്ല കേരളം ഭരിക്കുന്നത്. ആ പ്രയാസങ്ങൾക്കൊക്കെ ഇടയിലാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തത്. എന്നിട്ടിപ്പോൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് CPMന് മറ്റൊന്നും പറയാനില്ലാതെ ഈ റെയിൽവേ ഓവർബ്രിഡ്ജ് കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാമെന്ന് CPM വിചാരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തിരിച്ചടി എത്ര വലുതായിരിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ CPMന് ബോധ്യമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. വണ്ടൂരിലെ ജനങ്ങൾക്ക് എന്നെ അറിയാം, എനിക്ക് ഈ നാട്ടിലെ ജനങ്ങളെ അറിയാം. വണ്ടൂരിലെ ജനങ്ങളോട് ഒരിക്കലും തെറ്റായ ഒരു കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുമുണ്ട്. അതിൻ്റെ പേരിൽ ചിലപ്പോൾ ചിലതൊക്കെ ചെയ്യാത്തതിൻ്റെ പേരിൽ വിമർശനമുണ്ടാകാം. പക്ഷെ ഞാൻ ചെയ്യാം എന്ന് വാക്ക് കൊടുത്ത് അതിൽ നിന്ന് പുറകോട്ട് പോകാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഇത് എത്രയും പെട്ടെന്ന് റെയിൽവേ ഓവർബ്രിഡ്ജ് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണ്. അത് നമ്മൾ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. ആ ഒരു കാര്യത്തിൽ
നിങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്നെനിക്കറിയാം. ഇന്ന് സോഷ്യൽ മീഡിയയിൽ മറുപടി കൊടുക്കുന്ന കാര്യത്തിൽ, MLA-ക്കെതിരെ വിമർശനത്തിൻ്റെ കാര്യത്തിൽ ഒക്കെ നിങ്ങളാണ് പോരാളികളായി നിന്നുകൊണ്ട് പ്രതിരോധം തീർക്കുന്നത് എന്നെനിക്കറിയാം. നിങ്ങൾക്ക് ധൈര്യമായിട്ട് കാര്യങ്ങൾ ജനങ്ങളോട് പറയാം, യാതൊരു സംശയം വേണ്ട. ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയുന്നു, നമ്മളത് എത്രയും പെട്ടെന്ന് നടപ്പാക്കുക തന്നെ ചെയ്യും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് മറ്റ് കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. ഷാഫി ഇരുത്തിക്കൊണ്ട് ഇത്ര പറയേണ്ടി വന്നത് ഈ ഒരു സാഹചര്യമായതുകൊണ്ട് മാത്രമാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളെനിക്ക് നൽകിയ സഹകരണവും പിന്തുണയും, ഞാൻ നിങ്ങളിൽ ഒരാളാണ് എന്നുള്ള തിരിച്ചറിവ് എനിക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെയൊക്കെ സുഹൃത്തുക്കൾ, പാർട്ടിയിലുള്ളവരോടൊക്കെ ഞാനപ്പോൾ പലപ്പോഴും കുറച്ച് കയർത്ത് സംസാരിക്കുന്ന ആളാണ്. പക്ഷെ സ്വാതന്ത്ര്യത്തിലും സ്നേഹത്തിലുമൊക്കെ ഇന്നെനിക്കത് പറയാനുള്ള സ്വാതന്ത്ര്യം ഇന്നെനിക്ക് ഉണ്ട് എന്നെനിക്ക് തോന്നുകയാണ്. കാരണം അത്രത്തോളം ഞാൻ ഈ നാടിൻ്റെയും നാട്ടുകാരുടെയും ഭാഗമായി മാറിക്കഴിഞ്ഞു എന്ന വിശ്വാസം എനിക്കുണ്ട്. ഏതായാലും കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ നൽകിയ പിന്തുണ ഈ തെരഞ്ഞെടുപ്പിലും ഉണ്ടാവണം. എൻ്റെ വിജയം മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, തങ്ങളിവിടെ സൂചിപ്പിച്ചല്ലോ, UDF-ൻ്റെ തിരിച്ചുവരവ്. ആ ഒരു തിരിച്ചുവരവിൻ്റെ മുൻപന്തിയിൽ വണ്ടൂർ നിയോജകമണ്ഡലം അഭിമാനത്തോടുകൂടി തലയുയർത്തി നിൽക്കാൻ നമുക്ക് കഴിയണം. അതിനുവേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, നമ്മൾ പ്രതീക്ഷയോടുകൂടി കാത്തുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, നമ്മൾ പ്രതീക്ഷയോടുകൂടി കാത്തുകൊണ്ടിരിക്കുന്ന കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡൻറ്റും ചുരുങ്ങിയ കാലം കൊണ്ട് കേരളത്തിലെയും ഇന്ത്യയിലെയും പാർലമെൻ്ററി രംഗത്ത് ഉദിച്ചു പൊങ്ങിയ നമ്മുടെ പ്രിയങ്കരനായ ഷാഫി പറമ്പിൽ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അതിന് മുമ്പ് ഒരു ചെറിയ പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ റോഡ് ഷോ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഷാഫി സാഹിബിൻ്റെ പ്രസംഗത്തിന് ശേഷം നമ്മൾ റോഡ് ഷോ ആരംഭിക്കും. ഒരു കാര്യം പറയാനുള്ളത്, ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രത്യേകമായ നിർദ്ദേശങ്ങളുണ്ട്. ഇന്ന് വൈകുന്നേരം CI വിളിച്ച് ആ കാര്യം നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കാരണവശാലും റോഡ് ബ്ലോക്കാക്കാൻ പാടില്ല. ബ്ലോക്കാക്കിയാൽ നമുക്കതുകൊണ്ട് പ്രയാസങ്ങൾ ഉണ്ടാകും എന്നുള്ളത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അത് കാര്യത്തിൽ എല്ലാവരും ശ്രദ്ധിക്കണം. ഇനി ഷാഫി പറമ്പിൽ നിങ്ങളോട് സംസാരിക്കുന്നു. അദ്ദേഹത്തെ ക്ഷണിച്ചോളൂ. ഞാനിപ്പോൾ ഈ റെയിൽവേ മേൽപ്പാലത്തെ സംബന്ധിച്ച് അല്ലേട്ടം പ്രസംഗിക്കുന്നതും അതിനോടുള്ള നിങ്ങളുടെ പ്രതികരണവും ഒക്കെ ഇങ്ങനെ താല്പര്യത്തോടെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരു കുടുംബത്തിലെ ആളുകൾ പരസ്പരം കാര്യങ്ങൾ പറയുന്നത് പോലത്തെ ബന്ധം MLA-യും ഈ ജനതയും തമ്മിലുണ്ട് എന്നുള്ളത് ഞങ്ങൾക്കൊക്കെ വളരെ നേരത്തെ അറിയാം. ഞങ്ങളൊക്കെ ഇദ്ദേഹത്തെ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം കളിയാക്കും. ഇദ്ദേഹം ഇങ്ങനെ എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് വണ്ടൂർ ഒരു ചെറിയ പെടക്കൽ ഇങ്ങനെ കാണിക്കുമ്പോൾ പറയും, പിന്നെ നിങ്ങളിപ്പോൾ അവിടെ ഓടിച്ചെന്നില്ലെങ്കിൽ ഇപ്പോൾ നാളെ വൈകുന്നേരം അത് തോക്കുമല്ലോ. അപ്പം അത്രയും ഒരു ആത്മവിശ്വാസം ജനങ്ങൾക്ക് MLA-യിലും, ആ ആത്മവിശ്വാസം ഒരിക്കലും അമിതമായ ഒന്നും ആവാതെ എപ്പോഴും ജനങ്ങളിൽ ഒരാളായി നിൽക്കാൻ ഒരു ജനപ്രതിനിധിയും തീരുമാനിച്ചതിൻ്റെ മനോഹരമായ ഏടുകളാണ് വണ്ടൂർ കഴിഞ്ഞ കാലങ്ങളിൽ എഴുതി ചേർത്തിട്ടുള്ളത് എന്നുള്ളത് പുറത്തുനിന്ന് നോക്കുമ്പോൾ പോലും ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് പലപ്പോഴും അനുഭവപ്പെടാറുണ്ട്. MLA-മാരിൽ ചിലർക്ക്, ഞങ്ങൾക്കൊക്കെ നിങ്ങളുടെ MLA-യോട് ചെറിയ അസൂയയുണ്ട്. വണ്ടൂര് പോലൊരു മണ്ഡലത്തിൻ്റെ ജനപ്രതിനിധിയാവാൻ ഭാഗ്യം ലഭിച്ച ആളാണ് എന്നുള്ളത് അദ്ദേഹത്തോട് ഞങ്ങൾ പറയാറുമുണ്ട്. അപ്പം അദ്ദേഹം റെയിൽവേ മേൽപ്പാലത്തിൻ്റെ കാര്യം പറഞ്ഞു. അതിനകത്ത് CPM-ൻ്റെ പ്രചരണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ പ്രസംഗം വരുമ്പോൾ ഫോണിലെടുത്ത് നോക്കുമ്പോൾ ലൈവായി കേട്ടിരുന്നു കേട്ടോ. അപ്പം റെയിൽവേ മേൽപ്പാലത്തിൻ്റെ
കാര്യം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, കല്ലുമാഷ ഇതൊക്കെ ഇങ്ങനെ വരുമ്പോഴുള്ള പ്രസംഗത്തിൽ അതിൻ്റെ കാര്യങ്ങളും മൂപ്പരിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതൊക്കെ കാണും. ഞാനൊരു കാര്യം വളരെ സത്യസന്ധമായിട്ട് പറയാൻ ആഗ്രഹിക്കുക. ഞാൻ പാലക്കാട് MLA ആയി 3 ടേം മത്സരിച്ച് ജയിക്കാൻ ഈ പാർട്ടി അവസരം തന്നതിൻ്റെ പേരിൽ, ഈ മുന്നണി ഒപ്പം തന്നതിൻ്റെ പേരിൽ, പാലക്കാട്ടെ ജനങ്ങളുടെ പിന്തുണ പേരിൽ അവസരം കിട്ടിയിട്ടുള്ള ഒരാളാണ്. ഞങ്ങളുടെ ജില്ല എക്കാലത്തും CPIM-ന് വലിയ പിന്തുണ ഉണ്ടായിട്ടുള്ള ജില്ലയാണ്. ചരിത്രത്തിൽ ആകെ 1 തവണയോ 2 തവണയായിട്ടേ ഉള്ളൂ 5ന്റെ മേലെ MLA-മാർ പാലക്കാട് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വന്നിട്ടുള്ളൂ. ഭരണമുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും എല്ലാം CPIM-ന് വർഷങ്ങളായി MLA-മാരുടെ വലിയ നീണ്ട നിര, MP-മാരുടെ വലിയ നീണ്ട നിരയൊക്കെ കൊടുത്തിട്ടുള്ള ജില്ലയാണ് പാലക്കാട്. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഏലംകുളം മനക്കിലെ ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ കാൽപാദം പതിഞ്ഞ ജില്ലയാണ്. അവിടെ ഏറമ്പാല കൃഷ്ണൻ നായനാർ മത്സരത്തിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെടുത്ത ജില്ലയാണ്. മാരാരിക്കുളത്തെ തോൽവിക്ക് ശേഷം സുരക്ഷിതമായൊരു സീറ്റ് അന്വേഷിച്ച് സാക്ഷാൽ VS അച്യുതാനന്ദനും ഓടി വന്നെടുത്ത ജില്ല പാലക്കാടാണ്. നിങ്ങളുടെ MLA ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞ വാചകത്തിന് ഒരടിവരയിടുമ്പോൾ CPIM അത്തരം കാര്യങ്ങൾ നടത്തുന്ന വിമർശനത്തിൽ അവരെന്ത് ചെയ്തു എന്ന ചോദ്യം തിരിച്ചു ചോദിക്കുമ്പോൾ ഒരു കാര്യം ഒരു പാലക്കാട്ടുകാരൻ എന്നുള്ള നിലക്ക് പറയുന്നു, EMS-ന്റെ ജില്ലയിൽ, നായനാരുടെ ജില്ലയിൽ, VS-ന്റെ ജില്ലയിൽ ഞങ്ങൾക്കൊരു മെഡിക്കൽ കോളേജ് തന്നത് ഈ AP അനിൽകുമാർ ആണ് എന്ന് ഒരു പാലക്കാട്ടുകാരൻ എന്നുള്ള നിലക്ക് പറയുമ്പോൾ അതിൻ്റെ നേതൃത്വത്തിൽ അന്ന് അദ്ദേഹം എടുക്കുന്ന തീരുമാനത്തിന് താങ്ങും തണലുമായി അതവിടെ നടപ്പിലാക്കാനുള്ള എല്ലാ പ്രതിസന്ധിയും മറികടന്ന് അത് ഞങ്ങൾക്ക് അനുവദിച്ചു തരുന്നത് ഉമ്മൻചാണ്ടി സാർ എന്ന പുതുപ്പള്ളിയിലെ MLA ആയിരുന്ന നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി. ആ ടേമിലാണ് ഞങ്ങൾക്കത് അനുവദിച്ചു കിട്ടിയത്. അല്ലേട്ടാ 10 വർഷത്തിനിപ്പുറം ഇന്ന് അവിടെ ആളുകൾ പ്രതിഷേധിച്ച് അവിടെ ചിലർ റീത്ത് വരെ കൊണ്ടുപോയി വെക്കേണ്ട അവസ്ഥയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിഷനോടുകൂടി ആരംഭിച്ച ഒരു മഹാപ്രസ്ഥാനത്തെ ആ ഭരണകാലയളവ് എങ്ങനെ അതിനെ നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളത്, പ്രത്യേകിച്ച് കഴിഞ്ഞ 5 വർഷക്കാലത്തെ അവിടുത്തെ ഇടപെടലുകളെ സംബന്ധിച്ച് മുൻ മന്ത്രിക്ക് പോലും, അവരുടെ കൂടെ ഉണ്ടായിരുന്ന മുൻ മന്ത്രിക്ക് പോലും പരാതിയുള്ള തരത്തിലേക്കാണ് അവർ കൊണ്ടുപോയത്. അപ്പം എനിക്ക് ഇപ്പോഴാണ് ഒരു കാര്യം കൂടെ എനിക്ക് മനസ്സിലായത്. കഴിഞ്ഞ ദിവസം പ്രിയങ്കരിയായ പ്രിയങ്ക ഗാന്ധിയെ, നിങ്ങളുടെ പ്രിയപ്പെട്ട MP-യെ, നമ്മുടെ ബഹുമാന്യായ നേതാവിനെ കണ്ട ശേഷം അനിലേട്ടൻ പാർലമെന്റിനകത്ത് വന്ന് അന്ന് റെയിൽവേ മിനിസ്റ്ററെ നേരിട്ട് കണ്ടിട്ടും നിങ്ങളുടെ ഈ പറയുന്ന മേൽപ്പാലത്തിന്റെ കാര്യത്തിൽ നടത്തിയ ഇടപെടൽ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, MLA എന്നുള്ള നിലക്ക് അതിനകത്തൊന്നും ചെയ്യാൻ ബാക്കിയുള്ളതിന്റെ പേരിലായിരിക്കില്ല അത് ഇപ്പൊ ഇങ്ങനെ ആയത് എന്നുള്ളത് ഈ നാട്ടിലെല്ലാവർക്കും അറിയാമെന്നുള്ളത് നിങ്ങളുടെ പ്രതികരണങ്ങളിൽ നിന്നാണ്. എനിക്ക് അതിനേക്കാൾ സന്തോഷം തോന്നിയത് ഇനിയിപ്പോൾ റെയിൽവേയുടെ തീരുമാനങ്ങളെ സംബന്ധിച്ചുള്ള നമ്മുടെ എക്സ്പെക്ടേഷൻസ്, റെയിൽവേ മന്ത്രി പറഞ്ഞ കാര്യങ്ങളൊക്കെ അദ്ദേഹം നിങ്ങളോട് പറഞ്ഞു കാണും. ആ എക്സ്പെക്ടേഷൻസിനപ്പുറത്തേക്ക് ഒരു കാര്യം കൂടെ എനിക്ക് ആവേശത്തോടെ കേൾക്കാൻ കേട്ടത്, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഗവൺമെന്റ് വരുമ്പോൾ ഫിക്സ് ചെയ്യുന്ന പ്രയോറിറ്റികളിൽ അതൊന്നാമത് ഉണ്ടായിരിക്കും എന്നുള്ള ആ വാക്ക് പറയുമ്പോൾ ഒരു കാര്യം എനിക്കും പറയാം, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് കേരളത്തിൽ വന്നിരിക്കും എന്നുള്ള ഉറപ്പ് ഈ നാട്ടിലെ ജനങ്ങൾക്കിടയിലുണ്ട്. അതിനകത്ത് യാതൊരു സംശയമുണ്ട്. അപ്പൊ അവിടെ നിങ്ങൾക്ക് വേറൊരു ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി കൂടിയാണ് ഞാൻ വന്നത്. ഞാനിങ്ങനെ ചിലപ്പോഴൊക്കെ ഈ ഭൂരിപക്ഷത്തെ സംബന്ധിച്ചുള്ള ചില കണക്കുകളുണ്ടല്ലോ ജോജി, ഭൂരിപക്ഷത്തെ സംബന്ധിച്ച് ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ മട്ടന്നൂരിലെ ഭൂരിപക്ഷം അതൊന്നും ഇപ്രാവശ്യം നടപടിയാവില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ ധർമ്മടത്തെ ഭൂരിപക്ഷം അതും ഇപ്രാവശ്യം അതേപോലെ നടപടിയാവില്ല. അതൊക്കെ അവിടെ നിൽക്കുന്നു. എന്നാൽ അതുപോലെ തന്നെ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന്റെ കരുത്തുറ്റ ചില സീറ്റുകളും അവിടത്തേക്ക് വലിയ വലിയ ഭൂരിപക്ഷം തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശം നൽകുന്ന ഭൂരിപക്ഷം ഉണ്ടാറുണ്ട്. ഇത്തവണത്തെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ മലപ്പുറത്തേക്ക് ഒരു മത്സരം ഒരു 1.5 ഭൂരിപക്ഷത്തിലേക്ക് ആ മണ്ഡലത്തെ കൈപിടിച്ച് നടത്തും എന്നുള്ള കാര്യത്തിന് സംശയം വേണം. ഇതൊക്കെ ഞാൻ പറഞ്ഞു വന്ന അടുത്ത വാചകം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. 2026 കോൺഗ്രസ് MLA-മാരിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം വണ്ടൂരായിരിക്കണമെന്നുള്ളത് ഒരു വാശിയായി നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യണം എന്നുള്ള അഭ്യർത്ഥനയാണ്. നിങ്ങൾ വിചാരിച്ച നടക്കും. അതുപോലത്തെ ഒരു ജനതയും അതുപോലത്തെ ഒരു MLA-യും അതുപോലെ നാടിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ പ്രതിബദ്ധതയുള്ളൊരു സർക്കാരും കേരളത്തിന് വരാൻ നിൽക്കുമ്പോൾ അതിൻ്റെ മുമ്പിൽ വണ്ടൂര് കയറി നിൽക്കണം എന്നുള്ളതാണ്. സാമൂഹ്യനീതിയുടെ വലിയ പ്രസംഗമൊക്കെ കേരളത്തിലെ CPIM നടത്താറുണ്ട്. പക്ഷെ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി, വർഷമായി കേരളത്തിൽ പട്ടികജാതിക്കാരനായിട്ടുള്ള ഒരു മന്ത്രി കേരളത്തിൽ ഇല്ല എന്നുള്ളത് അപൂർവം ആളുകളുടെ മാത്രം ശ്രദ്ധയിലുള്ള കാര്യമായിരിക്കും.
ആ ഒരു വകുപ്പിന് നേതൃത്വം നൽകാൻ പട്ടികജാതിക്കാരനായ ഒരൊറ്റ മന്ത്രിയെ ഈ ഗവൺമെന്റ് കണ്ടെത്തിയിട്ടില്ല. ആളതിനകത്ത് ഇല്ലാഞ്ഞിട്ടല്ല, MLA-മാർ അതിനകത്ത് ഇല്ലാഞ്ഞിട്ടല്ല. അപ്പോൾ ജനറൽ കാറ്റഗറിയിൽ രാജിവെച്ചു പോയ മന്ത്രിമാരെയൊക്കെ തിരികെ കൊണ്ടുവരാൻ തിടുക്കം ധൃതിയും കാണിക്കുമ്പോൾ ബഹുമാന്യനായ ശ്രീ രാധാകൃഷ്ണൻ അവറുകൾ ഒഴിഞ്ഞ ഒരു സീറ്റിലേക്കെങ്കിലും ആ വിഭാഗത്തിൽപ്പെട്ട ഒരാളെ മന്ത്രിയാക്കി കൊണ്ടുവരാൻ പോലും ഈ ഗവൺമെന്റിന് താല്പര്യമില്ല. നിങ്ങൾ ആനുകൂല്യങ്ങളുടെ പേരിൽ പരസ്യങ്ങളും പ്രചരണങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ സംവിധാനത്തോട് നിങ്ങൾ അല്ലേട്ടനോട് തന്നെ ചോദിക്കുക. ഇവിടെ പട്ടികജാതി വിഭാഗത്തിലെ ആളുകൾ ഉൾപ്പെടെയുള്ളവർ അവർ നേരിടേണ്ടി വരുന്ന അവഗണനകൾ, അവരുടെ സ്റ്റൈപ്പൻഡിന്, സ്കോളർഷിപ്പിന്, അവർക്ക് കൊടുക്കേണ്ട സപ്പോർട്ടിന്, അതിൻ്റെയൊക്കെ പെൻഡിങ് ലിസ്റ്റ് ഒന്നും വേണ്ട. ലൈഫ് ഭവന പദ്ധതിയുടെ പേരിൽ വലിയ കൊട്ടിഘോഷം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും സാധാരണ കിട്ടുന്ന ഫണ്ട് ഉപയോഗിച്ച് കൊടുക്കുന്ന ഭവന പദ്ധതികളിൽ പോലും ഉണ്ടാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇതെന്താണെങ്കിലും ഒരു കാര്യം നമുക്കെല്ലാവർക്കും ഉറപ്പാണ്. ഈ നാട്ടിലെ ജനങ്ങൾക്കിടയിൽ ഇതുപോലെ സ്വീകാര്യതയും അക്സെപ്റ്റൻസും ഉള്ള ഒരാൾ വണ്ടൂരിൽ നിന്ന് തവണ ജനവിധി തേടുമ്പോൾ കേരളം തിരിച്ചെടുക്കാൻ വണ്ടൂർ മുമ്പേ നടക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന നിങ്ങളുടെ മുമ്പിൽ വെക്കുമ്പോൾ അത് നിങ്ങൾ ശിരസാ വഹിക്കണം. തെരഞ്ഞെടുപ്പിന് ഇനി കുറേ ദിവസമില്ല. തെരഞ്ഞെടുപ്പിന് കൺവെൻഷൻ കഴിഞ്ഞ്, മണ്ഡലം കൺവെൻഷൻ കഴിഞ്ഞ്, ബൂത്ത് കൺവെൻഷൻ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് അടുത്തതിലേക്ക് വരാനുള്ള സമയം തെരഞ്ഞെടുപ്പിനില്ല എന്നുള്ളതാണ്. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പ് തീരും. അങ്ങനെ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പ് തീരുമ്പോൾ ഈ ഗവൺമെന്റിന്റെ ദുർഭരണവും കേരളത്തിൽ അവസാനിക്കണം എന്നുള്ള കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ചെലവഴിക്കുന്ന PR വർക്കിന് ചെലവഴിക്കുന്ന കോടികൾ അത് സർക്കാർ ചെലവിൽ, നമ്മുടെ ചെലവിൽ കുറെ കൊണ്ടു നടന്നു. ഈ കോഴിക്കോട്ട് അങ്ങാടിയിലെ പാവപ്പെട്ട ഒരു സഹോദരിയുടെ വയറ്റിൽ കത്രിക മറന്നു വെച്ചതിനെ തിരിച്ചെടുക്കാൻ മറന്നുപോയതിന്റെ പേരിൽ അവർ ദുരിതം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അതിന്റെ ചികിത്സയ്ക്കും പ്രയാസവുമായി കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് ഗവൺമെന്റ് കൊടുക്കാന്ന് പറഞ്ഞത്, ആ സഹോദരിക്ക് ഗവൺമെന്റ് കൊടുക്കാന്ന് പറഞ്ഞത് 2 ലക്ഷം രൂപയാ. ഇങ്ങോട്ടേക്ക് കടന്നു വരുമ്പോ മൂന്നാമതും എന്നൊക്കെ പേരിൽ തള്ളാൻ വേണ്ടി നിങ്ങൾ വെച്ചിരിക്കുന്ന ഫ്ലെക്സ് ബോർഡിന് ചെലവഴിക്കുന്ന പൈസയുടെ 10-1 ആ പാവപ്പെട്ട സഹോദരിക്ക് കൊടുക്കാൻ മറന്നുപോയ ഒരു ഗവൺമെന്റിനെ ഇനി വണ്ടൂരിലെ ജനത വെച്ചു പൊറുപ്പിക്കില്ല, ഇനി കേരളത്തിലെ ജനത വെച്ചു പൊറുപ്പിക്കില്ല എന്ന കാര്യത്തിന് സംശയം വേണ്ട. ഇതിനെ മറികടക്കാൻ ചില ഡീലുകളുമായിട്ട് ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. ഇപ്പൊ BJPക്ക് ഞാൻ ഒരു കാര്യം പറയാം, കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയമൊക്കെ ഇച്ചിരി വൈകിയപ്പോ ചെറിയ ചർച്ചകളൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്കും ചെറിയ ആശങ്കയൊക്കെ ഉണ്ടായില്ലേ? ഇതെന്താ അങ്ങനെയെന്നൊക്കെ ആലോചിച്ചു. പക്ഷെ ഇപ്പൊ നിങ്ങളൊരു കാര്യം ആലോചിച്ചിട്ടുണ്ടോ? 140 മണ്ഡലങ്ങളിലേക്കുമുള്ള മുഴുവൻ സ്ഥാനാർത്ഥികളെയും കേരളത്തിൽ ആദ്യം പ്രഖ്യാപിച്ച മുന്നണി ഐക്യ ജനാധിപത്യ മുന്നണിയാണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 140 സ്ഥാനാർത്ഥികളെയും ആദ്യം പ്രഖ്യാപിച്ചത് നമ്മളാ. ഇനി സുധാകരന്റെ പേരിലൊക്കെ ചാനലുകാരങ്ങ് വാർത്ത ഉണ്ടാക്കുക, വേറെ പാർട്ടിയിലേക്ക് പോയി, വേറെ പാർട്ടി പ്രഖ്യാപിച്ചു, വേറെ പാർട്ടിയോട് ചർച്ച നടത്തി, സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചു, നോമിനേഷൻ പേപ്പർ വാങ്ങി, കണ്ണൂരിൽ എത്തി, ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ടു, ഒരുപാട് വാർത്തകൾ നമുക്കെതിരെ ഉണ്ടാക്കി. എന്നാൽ യഥാർത്ഥത്തിൽ അവർ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന വാർത്ത എന്താ? CC മുകുന്ദൻ എന്ന് പറയുന്ന LDFന്റെ സിറ്റിംഗ് MLA ഇപ്പൊ മത്സരിക്കുന്നത് BJPയിലാണ്. വൈക്കത്തെ അജിത്ത് എന്ന് പറയുന്ന LDFന്റെ പഴയ MLA ഇപ്പൊ മത്സരിക്കുന്നത് BJPയിലാണ്. രാജേന്ദ്രൻ എന്ന് പറയുന്ന ഇടുക്കിയിലെ CPMന്റെ MLA ഇപ്പൊ പ്രവർത്തിക്കുന്നത് BJPയിലാണ്. നിങ്ങൾക്കറിയാം ഐഷ പോറ്റി ഇപ്പൊ എവിടെയാണ്? നിങ്ങൾക്കറിയാം PV അൻവർ ഇപ്പൊ എവിടെയാണ്? എന്തിനധികം പറയുന്നു, G സുധാകരൻ എന്ന ഉത്തമ കമ്മ്യൂണിസ്റ്റ് പിണറായി വിജയൻ ജയിക്കുന്നത് ധർമ്മടത്തായതുകൊണ്ട് മാത്രമാണ് എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ ചാനലുകളുടെ ക്യാമറ കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നങ്ങളിലേക്ക് മാത്രം തിരിക്കേണ്ട, അതിന്റെ 10 ഇരട്ടി പ്രശ്നം CPMനകത്ത് നേരിടുന്നുണ്ട്. ആ പ്രശ്നത്തിന്റെ വ്യത്യാസം നമ്മളെപ്പോലെ ചെറിയ ചർച്ചയും സീറ്റും ഒന്നും അല്ല. എന്താ അതിന്റെ പ്രധാനപ്പെട്ട വ്യത്യാസം? അതിനകത്തിപ്പോ ഒരു ചർച്ച നടക്കുന്നു. എന്താ? ചില ആളുകൾക്ക് ഭരണം മാത്രം മതി, ഭരണത്തെ മാത്രം സ്നേഹിക്കുന്ന ചില ആളുകൾ, പാർട്ടിയെ സ്നേഹിക്കുന്ന വേറെ ചില ആളുകൾ. ഭരണത്തെ മാത്രം സ്നേഹിക്കുന്ന ആളുകളും പാർട്ടിയെ സ്നേഹിക്കുന്നവരുമായി അവർ പിരിയുമ്പോ വണ്ടൂരിൽ ഉൾപ്പെടെ പാർട്ടിയെ സ്നേഹിക്കുന്നവരുടെ വോട്ട് ഇത്തവണ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കൈപ്പത്തി ചിഹ്നത്തിൽ AP അനിൽകുമാരനായിരിക്കും എന്നുള്ളത് ഈ വർത്തമാനകാല രാഷ്ട്രീയം പറയുന്നുണ്ട്. എന്നെ അടുത്ത ദിവസം കണ്ണൂരിലെ DCC പ്രസിഡന്റ് വിളിച്ചിരുന്നു, അല്ലേട്ടാ, മാർട്ടിൻ ജോർജ് വിളിച്ചിട്ട് പറഞ്ഞു 26-ാം തീയതി ഒന്ന് തളിപ്പറമ്പിൽ വരണം. എന്താ? സഖാവ് TK ഗോവിന്ദന്റെ റോഡ് ഷോയിൽ പങ്കെടുക്കാനാണെന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്നത്. 50 വർഷം ഒരു വാക്ക് പോലും പാർട്ടിക്കെതിരെ ഉരിയാടിയിട്ടില്ല എന്ന് പത്രസമ്മേളനം വിളിച്ച് ഇപ്പൊ പറയേണ്ടി വന്ന ഒരാൾ. നിങ്ങൾക്കറിയാം അവരുടെ പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങളെ സംബന്ധിച്ച്.
ജനങ്ങളുമായി എങ്ങനെ ഗവൺമെൻറ് അകന്നു എന്നുള്ളത്. PR എക്സസൈസിന് കോടികൾ ചെലവഴിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ഹർഷിന എന്ന് പറയുന്ന കുട്ടിയുടെ വയറ്റിൽ കത്രിക മറന്നു വെച്ചിട്ട് അതിൽ മാംസം പിടിച്ചിട്ട് പിന്നെ അത് അറുത്തു മാറ്റി അത് എടുക്കേണ്ടി വന്നതിൻ്റെ വേദന നിറഞ്ഞ അനുഭവം അവർ പങ്കുവെക്കുമ്പോൾ ഇവർ കൊടുക്കാന്ന് പറഞ്ഞത് 2 ലക്ഷം രൂപയാണ്. ആ കുട്ടിക്ക് ഇനി ജീവിതകാലം മുഴുവൻ ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും. ഈ വണ്ടൂരും നഗരത്തിലും മറ്റേ നിലമ്പൂരും പെരിന്തൽമണ്ണയിലും അങ്ങോട്ട് നോക്കിയാൽ അവിടെ വെച്ചിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഫ്ലക്സ് വെക്കാൻ അതിനേക്കാൾ എത്രയോ കോടികൾ ചിലവായിട്ടുണ്ടാവും. പക്ഷെ കൊടുക്കാൻ തയ്യാറല്ല. ഉഷ എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് മറന്നു വെച്ച കത്രിക 2ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് എടുത്തു എന്ന് അവകാശപ്പെടുന്നവർ ഇനി പിണറായി 3 ലോഡിംഗ്, ആ ലോഡിംഗ് എന്ന് എവിടെ കണ്ടോ അവിടെ UDF ജയിക്കുമെന്നുള്ള കാര്യത്തിന് ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. ആ കുടുംബത്തിന് എന്തെങ്കിലും തരത്തിലുള്ള നഷ്ടപരിഹാരം ഈ ഗവൺമെന്റ് കൊടുത്ത് നിങ്ങൾ കണ്ടോ? കോഴിക്കോട്ടെ മെഡിക്കൽ കോളേജിൽ 4 പേര് വെന്തു മരിച്ചു. ജീവൻ രക്ഷിക്കാൻ വന്നവർ തീ പിടിച്ച് വെന്തു മരിച്ചു, പുക ശ്വസിച്ചു മരിച്ചു. ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തകൾ എന്താ? 5 പേര് വീണ്ടും തീ കത്തി മരിച്ചിരിക്കുന്നു എന്നുള്ളത്. അതുപോലെ തകർച്ചയിലേക്ക് നാടിനെ നയിക്കുക. ഗുണ്ടകൾ നാട്ടിൽ അരങ്ങ് വാഴുകയാണ്. കഴിഞ്ഞ ദിവസം കണ്ടു, റോട്ടിലിട്ടിട്ട് വെട്ടിയ ആളുകളെ കൊന്നത്. നിങ്ങൾ വേറൊരു കാര്യം കൂടെ ഇതിൻ്റെ ഇടയിൽ ശ്രദ്ധിക്കുന്നുണ്ടോ? BJP നേതാക്കന്മാരുടെ പ്രസ്താവനയും CPM നേതാക്കന്മാരുടെ പ്രസ്താവനയും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ ഒന്നായിക്കൊണ്ടിരിക്കുന്നത്. മന്ത്രിമാർ എഴുന്നേറ്റ് നിന്നിട്ട് പറയാ, ജയിച്ച ആളുകളുടെ പേര് നോക്കിയാൽ മതി എന്ന്. ഇവിടെ നിങ്ങൾക്കറിയാം, യോഗി ആദിത്യനാഥിന്റെ മന്ത്രിസഭയിലെ ഒരു അംഗമല്ല, പിണറായി വിജയന്റെ മന്ത്രിസഭയിലെ ഒരു അംഗമാണ് കേരളത്തിലെ പൊതുജനങ്ങളുടെ മുമ്പാകെ പറഞ്ഞത്, ജയിച്ചവരുടെ പേര് നോക്കിയാൽ അറിയാം എന്നുള്ളത്. ഈ മലപ്പുറം ജില്ലയെ പറ്റി ഇനി പ്രചരിപ്പിക്കാൻ എന്തൊക്കെയാണ് ബാക്കി? ആ മലപ്പുറം ജില്ലയെപ്പറ്റി ദേശീയ പത്രത്തിന് ഡൽഹിയിൽ കൊടുത്ത ഇന്റർവ്യൂ വിവാദമാകുന്നത് വരെ അതൊന്ന് തിരുത്താൻ പോലും തയ്യാറാവാതിരുന്നവർ, ഇവിടുത്തെ കുട്ടികൾ ജയിച്ച പരീക്ഷയെ സംബന്ധിച്ച്, ഇവിടുത്തെ ആളുകൾ ജയിക്കുന്ന തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച്, ഇവിടുത്തെ നോമ്പ് കാലത്തെ സംബന്ധിച്ചുൾപ്പെടെ എന്തെല്ലാം തരത്തിലുള്ള വിദ്വേഷ പ്രചരണങ്ങൾക്കാണ് BJP നേതൃത്വം നൽകുന്നത് പോലെ CPIM നേതൃത്വം നൽകുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. പിണറായി വിജയന്റെ മന്ത്രിസഭയിലെ ഒരു അംഗം തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ പേര് നോക്കിയാൽ കാര്യം അറിയാമെന്ന് പറഞ്ഞിട്ട് അത് തെറ്റാണെന്ന് പറയാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ലെങ്കിൽ അവർ ശ്രമിക്കുന്നത് ഒരു കൺസോൾട്ടേഷന് വേണ്ടിയാണ്, അവർ ശ്രമിക്കുന്നത് ഒരു ഭിന്നിപ്പിന് വേണ്ടിയാണ്, അവർ ശ്രമിക്കുന്നത് ഒരു വിഭാഗീയതയ്ക്ക് വേണ്ടിയാണ്. അതിന് BJPയുടെ പിന്തുണയുമുണ്ട്. എങ്ങനെയെങ്കിലും കോൺഗ്രസ് തോറ്റാൽ മതി, UDF തോറ്റാൽ മതി എന്ന് BJPയും CPMഉം ഒരുപോലെ തോളോട് തോളൊരുമി ആഗ്രഹിക്കുമ്പോ ഒന്നായി തുടരാമെന്ന് നിങ്ങൾ എത്ര എഴുതി വെച്ചാലും നിങ്ങളും ജനങ്ങളും 2ആയി പിളരാൻ പോകുന്നു എന്ന് ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ തെളിയിക്കുമെന്ന കാര്യത്തിന് ഒരു സംശയവും വേണ്ട. ഇവരിൽ നിന്നൊരു മോചനം ജനങ്ങൾ അർഹിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. അത് നേടിക്കൊടുക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. ആ പോരാട്ടമാണ് വണ്ടൂരിൽ നടത്തുന്നത്. ഒരു തവണ കൂടെ അല്ലേട്ടൻ MLA ആവാനുള്ള ഇലക്ഷൻ അല്ല, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കുള്ള പദവികളിലിരിക്കാനുള്ള ഇലക്ഷൻ അല്ല. കേരളത്തെ മോചിപ്പിക്കാനുള്ള ഒരു പോരാട്ടമാണ് വണ്ടൂരിന്റെ മണ്ണിൽ നടക്കുന്നത്. അത് നിങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. ഞാൻ മറ്റനേകം കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഞാൻ ആവർത്തിക്കുന്നു, നിങ്ങളുടെ MLA ഈ നാടുമായി അറുത്തുമുറിച്ച് മാറ്റാൻ കഴിയാത്ത ഹൃദയബന്ധത്തെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരാളാണ്. അദ്ദേഹവും വണ്ടൂരും തമ്മിലുള്ള ബന്ധം ഞങ്ങളെപ്പോലുള്ള ആളുകൾ കേൾക്കുമ്പോൾ അസൂയോടെ ഇഷ്ടത്തോടെ കേട്ടു നിൽക്കുന്ന ഒന്നാണ്. ആ ബന്ധത്തിന്റെ ഏറ്റവും ഊഷ്മളമായ ഒരു ഊട്ടിയുറപ്പിക്കലായി ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് കേരളത്തിന് വേണ്ടി മാറ്റണം എന്ന് നിങ്ങളോട് വിനീതമായിട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട്, ഈ നാടിന് വേണ്ടത് നേടിയെടുക്കാൻ, ഈ നാടിന് വേണ്ടത് കൊണ്ടുവരാൻ ബഹളങ്ങളില്ലാതെ അവകാശവാദങ്ങളില്ലാതെ അക്ഷീണം യത്നിക്കുന്ന ഒരു പൊതുപ്രവർത്തകന് ഉജ്ജ്വല വിജയം സമ്മാനിക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വണ്ടൂരിലെ പോരാളികൾക്ക് കഴിയട്ടെ, ജനതയ്ക്ക് കഴിയട്ടെ. നിങ്ങൾക്ക് എന്റെ ഹൃദയാഭിവാദ്യങ്ങൾ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് UDF. പ്രിയമുള്ളവരെ, നമ്മുടെ ഒരു ചെറിയ നടപടിക്രമം കൂടി ബാക്കിയുണ്ട്. അതായത് നിയോജക മണ്ഡലം UDFന്റെ കമ്മിറ്റി പ്രഖ്യാപനമാണ്. നിയോജക മണ്ഡലം UDFന്റെ കമ്മിറ്റി തയ്യാറാക്കിയ ഒരു കമ്മിറ്റി ഇവിടെ വായിക്കുന്നതാണ്. അത് വായിക്കുന്നതിന് വേണ്ടി ഷൈജൽ എടപ്പേറ്റെ ക്ഷണിച്ചോളൂ. ആരും പോകരുത്. നമ്മുടെ റോഡ് ഷോ ആരംഭിക്കുകയാണ്. നമ്മളെ ഈ തെരഞ്ഞെടുപ്പ് UDFന്റെ നിയോജക മണ്ഡലം കമ്മിറ്റി വളരെ ചുരുക്കി ഷൈജൽ ഇവിടെ അവതരിപ്പിക്കുക. അത് കഴിഞ്ഞാൽ നമ്മുടെ റോഡ് ഷോ ആരംഭിക്കുകയാണ്. എല്ലാവരും ഇവിടെ തന്നെ ഇരിക്കണം. വണ്ടൂർ ടൗണിലെത്തിയാൽ നമ്മൾ റോഡ് ഷോ അവസാനിപ്പിക്കും. എല്ലാവരും ഒരാൾ പോലും മാറി നിൽക്കാതെ മുഴുവൻ ആളുകളും അതിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾ സമയം വളരെ അതിക്രമിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ലിസ്റ്റ് വളരെ ചുരുക്കി വായിക്കുകയാണ്.
നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ മുഖ്യ രക്ഷാധികാരികളായി